ഹായ്, ഞാൻ ഷെരീഫ് വിളവട്ടണം. നമ്മുടെ സുഹൃത്ത് സലാം ഭായ് ഹൈപ്പ പീജിയൻ അവരൊരു യൂട്യൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചായി എന്നെ വിളിച്ച് പറയുന്നു. അപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് ഇവരിവിടെ എത്തിയിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ശരിക്കും നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് വർഷങ്ങളായിട്ട് പ്രാവ് പറത്തുന്ന ഈ ഫീൽഡില് ഒരുപാട് കരുത്തുകൾ തെളിയിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് കേട്ടോ ഷെരീഫ് വളവട്ടണം. അപ്പൊ നമ്മളെ മൂപ്പരെ ലോഫ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം നമ്മള് ചോദിച്ചിരുന്നു. അപ്പൊ സമയവും സന്ദർഭങ്ങളൊക്കെ ഒത്തു കിട്ടിയ ഒരു സമയമാണ് ഇപ്പോ. അപ്പൊ നമ്മളതില് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഷെരീഫ്ക്കാക്ക് കൊടുക്കാണ്. പിന്നെ നമ്മള് കാണുന്ന പ്രേക്ഷകർ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ ഷെരീഫ്ഖാന്റെ ഒരു വീഡിയോ തന്നെ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് മൂപ്പരെ പ്രാവിനെ കാണുന്നതിലും ഉപരി മൂപ്പരുടെ ഈ പ്രാവുമായിട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ അതിന്റെ പിന്നെ ഒരു പ്രാവിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പരിഗണിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ മൂപ്പരടുത്ത് നമുക്ക് പഠിച്ചെടുക്കാനുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോക്ക് ഇത്രയും കാത്തുന്നത് നമ്മള്. അപ്പൊ നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ എന്ത് ചെയ്യാം ഷെരീഫ് ഖാനോട് തന്നെ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രാവിനെ പറപ്പിക്കുന്നത് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ഫീൽഡിൽ ഇപ്പോൾ ഒരു വിട്ട പോലെയാണ്, കുറച്ച് ചെറുതായിട്ട് നിൽക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ മോനാണ് ഇപ്പൊ പ്രാവ് പറപ്പിക്കുന്നത്. മോന്റെ പേര് സിയാനാണ് ഇപ്പൊ പ്രാവ് പറപ്പിക്കുന്നത്. രാത്രിയിലായാലും ഓൻ തന്നെയാണ് ഇപ്പൊ പോയി പറപ്പിക്കുന്നതും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞോടത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ നാട്ടിലില്ലാണ്ടായാലും പേടിക്കാനൊന്നുമില്ല, ധൈര്യത്തിൽ എവിടെ പോവാനും എല്ലാം ഉഷാറാണ്. ഇപ്പൊ ഞമ്മക്ക് പേടിയില്ല. നാളെ വന്ന സമയത്തും ഒരു റീലൊക്കെ എടുത്ത് പോയ സമയത്ത് ഓനാണ് ഫുഡ് കൊടുത്തും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് ഊതലൊക്കെ നല്ല വൃത്തിയില് ഗോതമ്പ് വെച്ച് ഊതാന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. പക്ഷെ ഓനൊക്കെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യുന്നു പ്രാവളൊക്കെ. അപ്പോ പിന്നെ ഓനിപ്പോ +2 പഠിക്കണേ. +2 ആണ്. അപ്പൊ ആദ്യം നമ്മൾ ചോദിക്കാനുള്ള ഈ പ്രാവശ്യം നമുക്ക് പറഞ്ഞ ടൈം, ഈ പ്രാവശ്യം ഇതിനു മുമ്പ് നല്ല റെക്കോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം ടൈമിങ് പറഞ്ഞാല് എത്രയൊക്കെ നമുക്ക് വന്നത്? ഈ പ്രാവശ്യം നമുക്ക് കണ്ണൂർ അങ്ങനെ പ്രാവിനെ പറത്താൻ പറ്റിയിട്ടില്ല, പ്രാപ്പർട്ടിന്റെ പ്രശ്നം കൊണ്ട്. എന്നാലും ഒരു 13.5 ടൂർണമെന്റ് കൂട്ടി വിട്ടിട്ട് അത് ഓവറായി പോയി. അപ്പൊ 14 മണിക്കൂർ 14 മിനിറ്റ് ആണ് പറഞ്ഞത് ഇരുന്നത് പ്രാവ്. അത് നമ്മളെ കണ്ണൂർ CPFA കമ്മിറ്റിന്റെ സർട്ടിഫിക്കറ്റ് കുറവുള്ളത് കൊണ്ട് ആ ഒരു ടൂർണമെന്റിലേക്ക് സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് പറത്തിയതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്രാവശ്യം പറന്ന പ്രാവ് ഈ വർഷത്തെ ഇതിപ്പോ 13.5 കൂടാതെ 10 മണി ടൂർണമെന്റും ഓവറാണ്. 10 to 7 ഓവർ വന്ന പ്രാക്കള ഇതിലുണ്ട്. ഒരു 2 സെറ്റിലെ പറക്കുന്നത്. ഇതിപ്പോ നമ്മള് ഈ വർഷത്തെ ഇറക്കിയ കുട്ടികളാണോ അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞ കൊല്ലം പറന്ന പ്രാവ്, 2 കൊല്ലമായിട്ട് പറക്കുന്നത്. ഇത് ഇപ്രാവശ്യത്തെ കുട്ടിയാണ്. കുട്ടി ഞാൻ ഇറക്കിയതല്ല, നമ്മളെ പ്രാവിൽ തന്നെ അംസുക്കോയ ഇറക്കിയ പ്രാവാണ്. അതിനെടുത്തോണ്ട് വന്നിട്ട് നോക്കിയതാ പ്രാവ് ഇങ്ങനെ ഉണ്ട്. അത്യാവശ്യം കൺഫേം റിസൾട്ട് ആണ്. അടിപൊളി പറക്കല. പക്ഷെ ഇത് 13.5 പ്രാവാണ്. പക്ഷെ അന്നത്തെ ദിവസം പ്രാവ് ഒന്ന് കേറി പറഞ്ഞതാ. നിങ്ങളിപ്പോ ഈ ട്രെയിനിങ്ങില് ടേണില് കറക്റ്റ് ടൈമിംഗ് ഇറങ്ങി തരുന്നുണ്ട്. ടേണില് കാറ്റ് ടൈം നമ്മൾ ഇറക്കുന്നുണ്ട് പ്രാവിനെ. പിന്നെ ഷെരീഫ് ഖാൻ എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ അൺലിമിറ്റഡ് നമ്മളൊക്കെ കേരളത്തിൽ പറത്തി തുടങ്ങുമ്പോൾ ഷെരീഫ് ഖാന്റെ ആയിരുന്നു ആദ്യത്തെ പറവ് വന്നിരുന്നത്. അതിനുശേഷമാണ് ഷെരീഫ് ഖാൻ ഇത്രയും ഫേമസ് ആയി വന്നത് അല്ലേ? പിന്നെ കുറച്ചു കാലം ദുബായിലായിരുന്നു. ദുബായ് ഇപ്പൊ ഒരു 5 വർഷമായിട്ട് ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ട്. നമുക്ക് എന്താ ചെയ്യാ, ആ പ്രാവിന്റെ ജസ്റ്റ് ഫോക്കസ് ചെയ്ത് അതിന്റെ കണ്ണും കാര്യമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ? ഇതാണ് ഒരു പ്രാവ്, 2 കൊല്ലമായിട്ട് പറക്കുന്ന പ്രാവ്. ഇത് നമ്മളെ കരിങ്കണ്ണ് വെള്ളയില്. കരിങ്കണ്ണ് വെള്ള. അപ്പൊ ഇതിന്റെ ഒക്കെ പാരമ്പര്യം പറയാൻ എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങളെ കയ്യിലുണ്ട്? ഇത് ഈ പ്രാവും നമ്മൾ ഒറിജിനല് എന്റെ പ്രാവല്ല, ഇത് വംശക്കോയന്റെ പ്രാവന്നെ. ഈ 2 പ്രാവ് അതിപ്പോ 2 വർഷമായിട്ട് അവിടെ ഇറക്കിയിട്ട് നമുക്ക് ഒരു റിസൾട്ട് അറിയാൻ വേണ്ടി കൊണ്ടുവന്ന പ്രാവാ. 2 കൊല്ലം ഈ പ്രാവ് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രാവുകള് നമ്മളിപ്പോ അംസക്കോയക്കും പ്രാവ് കൊണ്ടുപോകും, അവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുവരും പ്രാവ്. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് രൂപത്തിൽ നിങ്ങളെ പ്രാവ് അവിടെ ഉണ്ടാവും. അതെ, ഓനിപ്പോ നടക്കാത്ത പ്രാവിന് ഇങ്ങോട്ട് കൊടുത്തയക്കും നോക്കാൻ വേണ്ടിട്ട്. അങ്ങനെ റിസൾട്ട് എടുക്കുന്ന പ്രാവുകളാണിത്. ഇവരാണ് നമ്മുടെ ഇക്കൊല്ലം പറത്തിയില് 2 പ്രാക്കള്. നമുക്ക് 13.5 വിട്ടിട്ട് 14 പറഞ്ഞത്. അപ്പൊ നമ്മള് പിന്നെ ഇതിൽ 10 മണി ടൂർണമെന്റിലും ഓവറാണ്. ഇവര് ഇറങ്ങിയിട്ടില്ല. അപ്പൊ നമുക്കൊരു അൺലിമിറ്റഡ് കൺഫേം ആയിട്ട്
നെക്സ്റ്റ് ടൈം വിടാം അല്ലേ? വിടാൻ പറ്റും. ഈ പ്രാവശ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ കുടിക്കുന്നില്ലേ കാലാവസ്ഥ അല്ല, നമുക്ക് പ്രാപ്പുര്യന്റെ പ്രശ്നമാണ് ഇവിടെ മെയിൻ ആയിട്ടുണ്ടായത്. പ്രാപ്പുര്യനൊക്കെ പോയതിനു ശേഷമാണ് നമുക്ക് പറത്താൻ പറ്റിയത്. ഇതിപ്പോ രണ്ട് മെയിൽ പ്രാവുകളായിരുന്നു, രണ്ട് മെയില്. പിന്നെ ശരിക്കാ നിങ്ങളിപ്പം കുട്ടിക്കാലത്ത് തുടങ്ങിയൊരു പ്രാവ് ജീവിതമാണല്ലോ. അപ്പൊ കുട്ടിക്കാലത്ത് സ്റ്റാർട്ട് ചെയ്താണല്ലോ. അപ്പൊ നിങ്ങളെ കയ്യില് ഏറ്റവും ഓൾഡസ്റ്റ് പ്രാവായിട്ടുള്ളത് എത്ര വയസ്സുണ്ടാവും ഇപ്പൊ നമ്മള്? എന്തായാലും ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഒരു 15 വയസ്സിനെല്ലാം മേൽപോട്ട് പ്രാവുണ്ട് കയ്യിലുണ്ട്. നമുക്ക് ഏറ്റവും ഓൾഡിൽ നിന്ന് തുടങ്ങിയാൽ നമ്മള് പ്രാവിനെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഈ പ്രാവ് എന്ന് പറയുമ്പോ ഈ പ്രാവ് മുമ്പ് ഞാൻ മാഹിന്ന് കൊണ്ടുവന്ന പ്രാവാ. സ്റ്റാർട്ടിങ്ങിൽ അല്ലേ? അപ്പൊ ഇതിന്റെ കുട്ടികളൊക്കെ ഇവിടെ പറന്നു വരുന്നത്. ഇതിന്റെ കണ്ണിന്റെ ഇത് പറയുമ്പോ നമുക്ക് ഫോക്കസ് ചെയ്ത് കാണുന്നുണ്ടാവില്ല പ്രേക്ഷകർക്ക്. ഒരു വെള്ളത്തിരി വരുന്നൊരു ലൈന് പ്രാവല്ലേ ഏകദേശം കാണുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ഇതില് പിന്നെ കൊക്കോ അതുപോലെ ബ്രൗൺ കളർ, പിന്നെ നഖം വരുന്ന ഫുൾ വെള്ള. നമ്മളൊരു ജോഡി ഇങ്ങനെ നിങ്ങളിപ്പോ ഇതിന് സെറ്റ് ചെയ്യുമ്പോ കറക്റ്റ് ഈ ഒരു ബോഡി പാറ്റേൺ നോക്കിയിട്ടും പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക പെട്ടെന്ന് നമ്മള്. ഞാൻ ഈ പ്രാവിനെ ആദ്യമായിട്ട് ജോഡി ചേർത്തത് ഒരു സബ്ജ പ്രാവാണ്, ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു പ്രാവാണ്. എന്റെ പറന്ന പ്രാവ് തന്നെ. ആ പ്രാവിൽ കയറ്റിയിട്ടാണ് നമുക്ക് ഒരു പുള്ളിയിൽ ഒരു പ്രാവ് ഇറങ്ങുന്നത്. ആ പ്രാവ് ആ കൊല്ലം പറന്ന് അതിന്റെ മക്കളാണ് പിന്നെ ഞാൻ കണ്ടിന്യൂ പറപ്പിക്കുന്നത്. ഇതിപ്പോ ഒരു ഏജ് എന്ന് പറയുമ്പോ ഏകദേശം 15 വയസ്സിൽ മേൽപോട്ട് വരും പ്രാവ് എന്തായാലും അല്ലേ? ഞാൻ കൊണ്ടുവരുമ്പോ തന്നെ ഒരു 2-3 വയസ്സുണ്ട് പ്രാവിന്. അപ്പൊ ഈ പ്രാവിനെ നമ്മള് കാഴ്ചക്ക് കാണുമ്പോ അത്ര വയസ്സായാലും 8 വർഷത്തോളം അവിടെ പ്രാവ് ഉണ്ടായിരുന്നു. അതേ 8 വർഷം വീണ്ടും വീട്ടിൽ വെച്ചിട്ടായി. അല്ല ഞാൻ പറയേ കാഴ്ചക്ക് ഈ പ്രാവ് അത്ര ഏജ് നമുക്ക് ഇത് ചെയ്യുന്നില്ല. ഇത് ഞാനതെന്ന് വെച്ചാൽ ഈ പ്രാവുകളെ കൂട്ടില് സെപ്പറേറ്റ് വെക്കുന്ന പ്രാവ് അടി വിടാനോ ഇതിനൊന്നും വിടൂല. ഈ കൊത്തുകൂടാനൊന്നും വിടില്ല. അത് നല്ലൊരു അതുകൊണ്ടാണ് പ്രാവിന് ഒരു വയസ്സ് തോന്നിക്കാത്തത്. അല്ലെ ചില ഒരു വയസ്സുള്ള പ്രാവൊക്കെ വലിയ മൂക്കം പ്രാവായിട്ട് വരും അടി കൂടിയിട്ട്. അവായിക്കൂട്ടിൽ തന്നെ ഇപ്പൊ 10, 15, 20 പ്രാവ് ഇടുന്ന കൂടുകളിൽ പോയാൽ തന്നെ ഏകദേശം തല്ലു കൂടിയിട്ട് പ്രാവിന്റെ കോലം നമുക്ക് കാണാൻ പറ്റും. ഇവരെ ഞാൻ അങ്ങനെ ഇടലില്ല. പിന്നെ നമുക്ക് അതേമാതിരി തന്നെ ഓൾഡ് പ്രാവായിട്ട് വരുന്ന മറ്റൊരു പ്രാവ് വേറെ ഒരു വാൽക്കർ, അതേ സെയിം ഏജ് ഉള്ള പ്രാവന്നെ. ഇത് വന്നിട്ട് ഇതിന്റെ കുട്ടികളും നല്ലോണം പറന്നത്. ഫസ്റ്റ് അൺലിമിറ്റഡിലേക്ക് രാത്രി പറന്നത് ഇതിന്റെ കുട്ടിയായിരുന്നു. നിങ്ങള് ഇപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല അങ്ങനെ വെച്ചാല് ഒരു ടൈമിലോട്ട് വരുന്നില്ല അൺലിമിറ്റഡില്, അത് ഏത് വർഷമായിരുന്നു? നമ്മളിപ്പോ CPFA കമ്മിറ്റി വന്നിട്ട് സർട്ടിഫിക്കറ്റ് പറവ വെച്ചിരുന്നു. ആ പറവയിലാണ് നമ്മളിപ്പോ 12 മണി ടു പിന്നെ ഏരക്കുള്ള ടൂർണമെന്റിൽ വിട്ടിട്ട് ആ പ്രാവ് ഇരിക്കുന്നത് 3-11 സ്റ്റാർട്ടിങ് ചെയ്യുന്ന എന്താ വെച്ചാൽ 7:15 വരെ പറത്തിയ പ്രാവ്. ആ പ്രാവിനെ കയറ്റി പറത്തിയ പ്രാവല്ലേ ഇതിന്റെ കുട്ടി. ആ പ്രാവ് 2:15 ഇരിക്കുന്നത്. ഫസ്റ്റ് വിടൽ തന്നെ 7:15 വരെ പറത്തി ഇറക്കിയ പ്രാവാണ്. ആ പ്രാവാണ് രാത്രി 2 മണി വരെ പറക്കുന്നത്. നൈറ്റ് ട്രെയിനിങ് കൊടുക്കാതെ പ്രാവിന്റെ ഒന്നിച്ച് കൂട്ടത്തിൽ പറഞ്ഞ ആ പ്രാവാണ് ആദ്യം ഇരിക്കുന്നത്. മറ്റേ പ്രാവ് 3:11 ഇരിക്കുന്നത്. അത് ശരിക്കും അൺലിമിറ്റഡ് തന്നെ ഫോക്കസ് ചെയ്ത് വിട്ടായിരുന്നു? അല്ല, നമ്മള് ഏറെന്റെ ഇതിൽ വിട്ടതാണ്. പക്ഷെ ടൂർണമെന്റില് ആദ്യം നമ്മള് ഫിക്സറിൽ അടിച്ചു വിട്ടിന് അൺലിമിറ്റഡ് ഓവർ പറവക്ക് അമ്പയർ 100 രൂപ കൊടുത്താല് നമുക്ക് ആ പറവ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ അമ്പയറെ നിർത്തിയിട്ട് തന്നെ അന്ന് 10-20 ആളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെയാണ് പ്രാവിനെ അന്ന് പറത്തി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ടൈം എടുക്കുന്നത്. പിന്നെ ആ പ്രാവിനെ വെച്ചിട്ടാണ് പിന്നെ ഒരു ടൂർണമെന്റ് ബേസ് ചെയ്ത് വിടുന്നത് നമ്മളെ ഈ അൺലിമിറ്റഡ് ശരിക്കുള്ള ടൂർണമെന്റിലോട്ട് വിടുന്നത്. ഈ പ്രാവുകളെല്ലാം നൈറ്റിലേക്ക് പറക്കും മുന്നേ ഞാൻ നാഷണലും ശ്രീചിത്ര എല്ലാവരും പേര് കൊടുക്കലുണ്ട്. പറന്നാലും പറന്നിട്ടില്ലെങ്കിലും. പക്ഷെ പ്രാവ് പറക്കും. പിന്നെ നമ്മളന്നേരം മിസ്യൂസ് പോലെ പറപ്പിക്കലാണ്. പിന്നെ ഇപ്പൊ കുറച്ച് കാലമായിട്ടാണ് കുറച്ച് ഉഷാറായിട്ട് പ്രാവിനെ പറത്തണം എന്നുള്ള ഒരു ഇത് വേറെ ബിൽഡിംഗ് എടുത്ത് അവിടെ വെച്ചിട്ടൊക്കെയാണ് ഇപ്പൊ പറപ്പിക്കുന്നത്. വീടുകളിൽ ഇപ്പൊ ബ്രീഡിങ്ങും പറപ്പിക്കലും എല്ലാം മൊത്തത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലം തെരഞ്ഞെടുത്തത്. അവിടെ നിങ്ങൾക്ക് പിന്നെ വീടിന്റെ അടുത്തായിട്ട് തന്നെ വരുന്നത്, അത് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാം എന്തായാലും. പിന്നെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു ജോഡിയിൽ കുഞ്ഞനെ എടുത്ത് ആ ജോഡിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ നമ്മളെ. ഒരു ജോഡി ഇതാണ് നമ്മള് ഫസ്റ്റ് പറഞ്ഞതിലുള്ള അച്ഛനമ്മ. അതിപ്പോഴും നിലവിലുണ്ട്. ഇതിപ്പോ നമ്മൾ അന്ന് മുതൽ സ്റ്റാർട്ടിങ്ങിലുണ്ട്. ഇപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാവള്. ഇപ്പോള് മുട്ട ഇടാത്ത പ്രശ്നമുള്ളൂ. ഇപ്പം പ്രാവ് ഇടക്ക് മുട്ട ഇടും,
ഇപ്പൊ മുട്ടയിടാൻ വേണ്ടി മരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലിപ്പം ഇതിന്റെ ഈ ക്ലച്ചിൽ വന്ന കുട്ടികള് ഇപ്പൊ നമ്മള് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് അവിടെ. ഈ ജോഡിപ്രാവിന്റെ ഒരു കുട്ടിയാണ് ബ്രീഡ് ചെയ്യുന്നത്, ഫീമെയിലാണ്. ഈ ഫീമെയിൽ അല്ലേ? ഈ ഫീമെയിൽ. ഇതിലിപ്പോ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളും വരുന്നത് കുഞ്ഞന്മാരിലോട്ട് വരുമ്പോ? ഇതിന്റെ കുട്ടി ഈ പ്രാവില് ഇപ്പൊ ജോലി എടുത്തിട്ട് കുട്ടി എടുത്ത് 13-28 നമ്മളെ കൊടുത്തിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് മലപ്പുറം. ഇവരാണ് നമ്മളെ ഒരു ജോഡി ഇപ്പൊ സെറ്റിലുള്ള പഴയതിലുള്ള ജോഡി രണ്ടുള്ള പ്രാവ് ആണും പെണ്ണുള്ള പ്രാവുകൾ ഇവരാണ് ഉള്ളത്. ഇപ്പൊ ഇവരെ മക്കളെടുത്തിട്ടാണ് ഇവരെ മക്കളും ഇവിടെ ബ്രീഡിങ്ങിന് ഇപ്പം വെച്ചിട്ട് നമുക്കൊന്ന് കാണിച്ചു. ഇപ്രാവ് ആ ജോഡിയിലുള്ള ഒരു കുട്ടിയാണ്, കഴുത്തില് പുള്ളി വരുന്ന വാൽക്കറുപ്പ്. അതിലിപ്പം മെയില് ഇട്ടത് ഇപ്രാവ്. നമ്മൾ ഈ മേൽപ്രാവിനൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണ് ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഈ ഫുള്ള് റിംഗ് ഉള്ള പ്രാവില്ലേ അപ്പൊ അതിന്റെ ജോഡി തന്നെ? അതെ. ഇതൊക്കെ ഇപ്പൊ അത്യാവശ്യം ഓൾഡ് ലൈൻ അല്ലേ, നമ്മളെ പഴയ ലൈൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ബേർഡാണ് കേട്ടോ ഈ ഒരു റിംഗ് വരുന്ന ബേർഡ്. ജസ്റ്റ് അതിന്റെ കണ്ണൂടെ ഒന്ന് കാണിച്ചേ. ഇതാണ് അതിനിട്ട മെയിൽപ്രാവ്. ഇത് കണ്ണ് വരുന്നത് പിന്നെ ഓറഞ്ച് കണ്ണ്. ഓറഞ്ച് കണ്ണല്ലേ? നമ്മളൊരു സെറ്റ് ഇടുമ്പോ നിങ്ങള് ലൈറ്റും ഡാർക്ക് ആയിട്ടാണോ സെറ്റ് ഇടുന്നത്? അതെ, ഞാൻ ഒരു പ്രാവ് ഡാർക്ക് ആണെങ്കിൽ ഒരു അതിനനുസരിച്ച് ലൈറ്റ് ഉള്ള പ്രാവാണ് വേറെ ഒന്ന് ചേർക്കുക. അപ്പൊ അതില് പിന്നെ നമുക്കിപ്പോ പറവയും മെമ്മറി പവറും എല്ലാം കിട്ടും. പിന്നെ ശരിക്കാ നമ്മളിപ്പോ ഒരു ജോഡിപ്പോ സെറ്റ് ചെയ്യുന്ന കണ്ണിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അതില് ബ്രീഡറായിട്ട് വരുന്ന ഒരു പ്രാവ് ഒരു പറവ എങ്ങനെയൊക്കെയാണ് അതിന്റെ കറക്റ്റ് ഒരു പാറ്റേൺ പറയുകയാണെങ്കിൽ? നമുക്കിപ്പോ ബ്രീഡർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ പ്രാവിനും പറപ്പിച്ച് നോക്കും. അതില് പറവ കുറഞ്ഞു വരുന്ന പ്രാവിനും ബ്രീഡിങ്ങിലേക്ക് എടുക്കുന്നതാണ്. നമ്മളൊക്കെ ചെയ്യുന്ന പറവ കുറഞ്ഞ പ്രാവിനും എല്ലാം കൊടുത്തു ഒഴിവാക്കല ചെയ്യുന്നത് വെച്ചാല്? ഇല്ല, നമുക്കിപ്പോ നമ്മളെ കയ്യിലുള്ള പ്രാവുകള് ഇപ്പൊ കുറച്ച് കാലമായിട്ടുള്ള പ്രാവുകളെ നമുക്കറിയാൻ പറ്റും എന്താ സംഗതി എന്നുള്ളത്. ഇപ്പൊ പറക്കോ പറക്കാതിരിക്കാൻ കാരണം എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവുമ്പോഴേ നമ്മൾ ആ പ്രാവുകളെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ ഈ നമ്മളെ കൂട്ടിലുള്ള പ്രാവാകുമ്പോ നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ ഏത് പ്രാവാന്നുള്ളത് നമുക്ക് അറിയുന്ന പ്രാവാകുമ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന പ്രാവില് ഇന്ന കയറ്റി കൊടുത്ത ഇന്ന കണ്ണ് കയറ്റി കൊടുത്താല് ഇന്ന പ്രശ്നങ്ങളാവാം. ഗല്ലി പ്രശ്നമാണെങ്കിൽ ഗല്ലിയിൽ ഇത്ര ഗല്ലി ആവണമെന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മളടുത്ത് കണ്ടിന്യൂ ഒരുപാട് കാലമായിട്ടുള്ള പ്രാവുകളെ നമുക്ക് അതിൽ കൂടി മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഈ ഒരു പ്രാവ് ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടേ ഈ 10ാം കല്ല് വരെ പ്രാവ് പറക്കാത്ത പ്രാവ്, അത് 10ാം കല്ല് കഴിഞ്ഞിട്ട് പറയിലോട്ട് വരുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് നിങ്ങളെ കയ്യിൽ വന്നിട്ടുണ്ട്? അങ്ങനെ അടുത്തിപ്പോ 10 കല്ലിയായിട്ട് ഇപ്പൊ നല്ലോണം ചെറുതിൽ നല്ലോണം പറന്ന പ്രാവ് ഒരു 5 കല്ലി 6 കല്ലി എല്ലാം ആകുമ്പോഴത്തെ മെമ്മറി പവർ എന്താ വെച്ചാല് അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മളടുത്തുള്ള പ്രാവ് പറന്ന പ്രാവായതുകൊണ്ട് നമ്മൾ ആ പ്രാവിനെ വീണ്ടും വലിച്ച് സെറ്റ് ചെയ്ത് 7 കല്ലി കഴിഞ്ഞ് വീണ്ടും ആ പ്രാവ് പറവയിലേക്ക് വന്നു. പറന്ന് പറയുമ്പോ അതിന്റെ പാരമ്പര്യത്തിൽ നല്ലോണം പറന്ന് നിൽക്കുന്ന പ്രാവ് നമ്മൾ പിന്നെ വിട്ടാൽ ഒരു മെന്റൽ പോലെ അവിടെ ഇവിടെ ഒക്കെ പോയിരിക്കുക. അതിന്റെ ഒരു യഥാർത്ഥ ഫോം കാണിക്കാൻ 10ാം കല്ല് തന്നെ കയ്യാണ്. ആ പ്രാവ് പിന്നെ ഞാൻ 6 കല്ലിക്കാണ് ഈ പ്രശ്നം കാണിച്ചത്. ആ പ്രാവിനെ വലിച്ചൂരിയിട്ട് ദസ്തെല്ലാം മുട്ടി വരുമ്പോഴത്തേക്ക് പ്രാവ് പിന്നെ വീണ്ടും പഴയ സ്റ്റൈലിലെ ഫോമായി. അപ്പൊ നമുക്ക് അതിന്റെ ഒരു പിന്നെ ജോഡിയിൽ അതിന് ശേഷം വന്ന കുഞ്ഞന്മാരും ആ ഒരു മൈൻഡിലേക്കാണ് വന്നത്. അതിന്റെ ഇതിലുള്ള പ്രാവാണ് എന്റെ അടുത്ത് പറക്കുന്ന മഞ്ഞക്കണ്ണ വെള്ളകളൊക്കെ ആ ലൈനിലുള്ള പ്രാവുകളാണ്. ഓക്കെ, നമുക്ക് എന്താ ചെയ്യാം, ആ ലൈനിലെ ബേർഡിനൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ? ഓക്കെ, ആ ലൈനിൽപ്പെട്ട ഒരു പ്രാവ ഇത് നമ്മൾ പറഞ്ഞ ഇതാണ് 12 മണി വിട്ടിട്ട് 3:11 വരെ പറന്ന പ്രാവ്. ടൂർണമെന്റിൽ എല്ലാവരും ഞാൻ വിട്ടിട്ടു ഈ പ്രാവ് 28 മണിക്കൂർ കവർ ചെയ്ത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ കുട്ടികളും ഇവിടെ പറക്കുന്നുണ്ട്. ഈ കൊല്ലമൊന്നും ഞാൻ ഇതിനെ വിട്ടിട്ടില്ല. ഇത് നമ്മളെ മെയിൻ വെള്ളവോപ്പ് എന്ന് പറഞ്ഞാൽ അതെ, മെയിൻ ആയിട്ടുള്ള പ്രാവിലുള്ള കുട്ടികളാണ്. ഇത് ലൈനേജ് പറയുമ്പോ മായിന്ന് നിങ്ങൾ പറഞ്ഞ ഇതിന്റെ അച്ഛനമ്മ ഇപ്പൊ ഇവിടെ ഇല്ല. ഇതിനെന്ന് ഞാൻ മലപ്പുറത്ത് സെയിൽ ചെയ്തതാണ് പ്രാവില്, ഒരു പുള്ളിയും വെള്ളയും. പിന്നെ ഇതിന്റെ താഴെയുള്ള വേറെയും പ്രാവുകളുണ്ട്. ഞാൻ ഒരു പ്രാവ് ഇത് വരുന്നിട്ട് ഇത് ആ വെള്ളന്റെ ഇളയ പ്രാവ് നമ്മളിപ്പോ കാണിച്ച പ്രാവിന്റെ ഇളയതാണ്. ഇതും കരിങ്കണ്ണിൽ തന്നെ വെള്ളം. ഇത് കരിങ്കണ്ണാണ്. അത് കരിങ്കണ്ണല്ല, അത് മഞ്ഞക്കണ്ണ് വരുന്നതാണ്. അപ്പൊ ഈ മഞ്ഞക്കണ്ണും കരിങ്കണ്ണും വരുമ്പോ എങ്ങനെയാണ് പറവയില് ഒരു മാറ്റവും ഇല്ല. അവര് ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ഒരു 10-20 പ്രാവ് ഉണ്ടായാലും ഇവർ ഈ സെറ്റിലുള്ള പ്രാവ് ഒരുപോലെ നിന്ന് പറക്കും. ഫ്രണ്ടിൽ നിന്നിട്ട് ഇവരെ സ്പീഡിൽ പോവുക.
അത് രാത്രി ആയാലും പകലായാലും അതേ സ്പീഡിൽ താഴെ നിന്നിട്ട് പറക്കുള്ളൂ, മേലെ പോവില്ല. 2 തെങ്ങായിട്ട്. 2 തെങ്ങ്. അത് പകലിലും അങ്ങനെ തന്നെ പകലൊക്കെ അങ്ങനെ വരും. പിന്നെ നമുക്ക് ടൂർണമെന്റ് ബേസ് ചെയ്ത് വിടുമ്പോ ഒന്നും കൂടി എളുപ്പമാണ്. നമുക്ക് ഈ പ്രാവശ്യം ടൂർണമെന്റിൽ വിട്ട പേടിക്കാനില്ല. ഇതിന്റെ ഒരു ഇളയ പ്രാവാണ് 16-8 പറഞ്ഞത്. ആ പ്രാവ് കഴിഞ്ഞ ആഴ്ച സുഖില്ലാതെ ചത്തുപോയി. അതിൽ അതിന്റെ ഒന്നിച്ച് പറഞ്ഞ ഒരു ഫീമെയില് മാത്രം ഉണ്ട് ഇപ്പോൾ. ഇപ്പൊ നമുക്ക് ഇത് ഇപ്പൊ വെട്ടി വെച്ചിട്ട് ബ്രീഡിംഗിലേക്ക് മാറ്റി, ഇതെല്ലാം ബ്രീഡിംഗിലേക്ക് മാറ്റി. ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് ടൈമിൽ പറന്ന പ്രാവളാണ്. ഇത് വീട്ടിൽ പറഞ്ഞ പ്രാവാണ്, ബിൽഡിങ്ങിലല്ല, വീട്ടിൽ പറഞ്ഞതായാണ്. അവൻ ഇപ്രാവശ്യം വീട്ടിൽ അങ്ങനെ അൺലിമിറ്റഡ് വിട്ടിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ വെട്ടി വെച്ച് ഇതിന്റെ കുട്ടികളെ വിട്ടിട്ട് രാത്രി മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ നമ്മള് ഇപ്പൊ സംസാരിച്ചപ്പോ ഒരു 2ാം കല്ല പ്രാവിന്റെ കാര്യം പറഞ്ഞു, പറവയിലോട്ട് വന്നേ. അതെങ്ങനെയാണ് അതിന്റെ ഈ ഒരു ഇത് പറവ വന്നത്? എത്രാം കല്ലയിലാണ് ആ പ്രാവ് നിങ്ങള് ഒരു ട്രെയിനിങ്ങിലാ പറഞ്ഞത് നമ്മൾക്ക്? ആ പ്രാവ് പറഞ്ഞത് രണ്ടാമത്തെ കല്ലിൽ തന്നെ പ്രാവ് പറഞ്ഞത് അന്ന്. അത് ട്രെയിനിങ് ചെയ്തിട്ട് ആ 3-4 വിടലേ ഞാൻ വിട്ടിട്ടുള്ളൂ. അതിൽ തന്നെ 7 മണി പിടിച്ച് 7:15 വരെ ലൈറ്റിന് നിർത്തിയ പ്രാവാണ്. ആ പ്രാവാണ് കേറി പറഞ്ഞത്. അത് ചിലപ്പോ നമ്മൾ പറയുമ്പോ ആരും വിശ്വസിക്കണമെന്നൊന്നുമില്ല. ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ അവർ ടൂർണമെന്റ് ബേസ് ചെയ്തിട്ട് അത് ടൂർണമെന്റ് ആ ടൈമിലേക്ക് വിട്ടതല്ല, നമ്മൾ ഏറെ കവർ ചെയ്യാൻ വേണ്ടി വിട്ടതാണ്. ലൈറ്റ് ഇട്ടപ്പോ പ്രാവ് പറന്നോട്ടെ വിചാരിച്ചു. അപ്പൊ 1ാം കല്ലയിലും പ്രാവ് 2ാം കല്ലയിലൊക്കെ പറക്കന്റെ പ്രാവ് പറക്കും. പിന്നെ നമ്മള് ചില പ്രാവുകൾ നമുക്ക് അറിയുന്ന ലൈൻ. അതേപോലെ തന്നെ ആ പറവയ്ക്ക് ശേഷം 16 പറഞ്ഞത് 3 കല്ലുള്ള പ്രാവാണ്. ഇപ്പൊ ചത്തുപോയി എന്ന് പറഞ്ഞ പ്രാവ് 3 കല്ലുള്ളൂ. 3ാം കല്ലയില് മറ്റേ ഫീമെയിൽ പ്രാവ് 7 കല്ലുണ്ടായിരുന്നു. അതിനെ കുറിച്ച് 16 പറഞ്ഞ ഫീമെയിൽ. ജസ്റ്റ് ഒന്ന് എടുക്കാം. 16-8 പറഞ്ഞ ഒരു പ്രാവ്. അത് ഒന്ന് ഫോക്കസ് ചെയ്യാം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ. ഇത് കണ്ണ് വരുന്നത് മഞ്ഞക്കണ്ണ പ്രാവൻ. മഞ്ഞക്കണ്ണല്ലേ? ഈ മഞ്ഞക്കണ്ണില് ആണോ കൂടുതലും പറവയിലോട്ട് ഒന്നുകൂടി പെർഫോമൻസ് കാണിക്കുന്ന കണ്ണെന്ന് പറയുമ്പോ? അതിപ്പോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഏത് കണ്ണിലും പൊട്ട് കണ്ണുള്ള പ്രാവ് പറക്കുന്നുണ്ട്, കലങ്ങയിലുള്ള പറക്കുന്നുണ്ട്, ലൈറ്റ് മഞ്ഞക്കണ്ണും പറക്കുന്നുണ്ട്, ചോരത്തേരുള്ള പ്രാവ് ചോരക്കണ്ണും പ്രാവും പറക്കുന്നുണ്ട്. അപ്പൊ ഏത് പ്രാവിലാന്നുള്ളത് നമുക്ക് ഉണ്ടാകുന്ന പ്രാവിന്റെ അനുസരിച്ചിട്ട് നമുക്ക് പറവ നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഈ ജോഡി പ്രാവിലാണ് നമുക്ക് ഈ 16 പറഞ്ഞ പ്രാവ്. ഈ കുഞ്ഞൻ വന്നല്ലേ? പുള്ളി കുഞ്ഞനെ. വേറെയും പ്രാവുകളുണ്ട്. ഇപ്രാവശ്യം വിട്ടിട്ട് ടൂർണമെന്റ് ഏറെക്കലം വിട്ടിട്ട് ഓവർ അടിച്ച പ്രാവുകളുണ്ട് ഇതിന്റെ കുട്ടികള്. ഇതിപ്പോ ഇതിലിപ്പോ കണ്ണ് വരുമ്പോ ഏകദേശം 2 വ്യത്യാസമുള്ള കണ്ണാണ് അല്ലെ? ഒന്ന് സബ്ജയിലും വന്നിട്ടുണ്ട്, ഒന്ന് ഇത് സുർമപ്പുള്ളിയ ധാര, ഇത് വാൽക്കർപ്പ് ധാര. ഞാറുണ്ടെന്ന് പ്രാവ്. ഇതിപ്പോ എത്ര വർഷമായിട്ട് നമ്മളെ കയ്യിലുണ്ട് ഈ വീട്? ഇതിപ്പോ 5 വർഷമായിട്ടുണ്ടാവും ഈ ഫീമെയില്. ഇത് ഞാൻ കുഞ്ഞിറക്കിയ പ്രാവാണ്. അത് ഇവിടെ എത്ര വർഷമായിട്ടുണ്ട് നമ്മളെ കയ്യില? അത് ഇവിടെ അല്ല, കണ്ണാടിപ്പറമ്പ് പോറ്റുന്ന സമയത്ത് തന്നെ ഇറക്കിയ പ്രാവാണ്. നമ്മൾ ആദ്യത്തെ ലോഫ്റ്റ് കണ്ണാടിപ്പറമ്പായിരുന്നു. അല്ല, ഇവിടെ തന്നെ ആയിരുന്നു. ഇവിടെ നിന്നിട്ട് ഞാൻ കല്യാണം കഴിച്ച സമയത്ത് അവിടെ തുടങ്ങിയത്. അവിടെ പിന്നെ വീണ്ടും ഇവിടെ തന്നെ ഇവിടെ വീട് വെച്ചപ്പോ. ഇപ്പൊ ഇവിടെ ആയിട്ട് എത്ര വർഷമായി? ഇവിടെ ആയിട്ട് ഇപ്പൊ 8 വർഷം കഴിഞ്ഞു. 8 വർഷം. ഇത് 16 പറഞ്ഞതിന്റെ അച്ഛൻ. ഇതിൽ തന്നെ വാൽക്കാർപ്പിനെ കൊണ്ടിട്ടല്ലേ? വാൽക്കാർപ്പിനെ പതിനാറ് പറഞ്ഞ പ്രാവിന്റെ അച്ഛനമ്മ. ഇത് വരുന്ന മെയില് സബ്ജ വാൽക്കർപ്പ് പെണ്ണു. നിങ്ങൾ ഹോം ബ്രീഡ് ആയിട്ട് വരില്ലേ? വീട്ടിൽ ഇറക്കിയ പ്രാവാണ്. ഒന്ന് നാറോ ഒന്നുണ്ടെന്ന് പ്രാവ്. അതിന് ജസ്റ്റ് കണ്ണൊന്ന് ഫോക്കസ് ചെയ്യട്ടെ. ഇത് വരുന്ന അതിന്റെ കണ്ണ് വരുന്ന ഇതാണ് കേട്ടോ. സബ്ജന്റെ കണ്ണ് ജസ്റ്റ് ഒന്ന്. ഇതിലിങ്ങനെ ഇപ്പൊ നമുക്ക് സെറ്റ് ഇട്ടിട്ട് ഇപ്പം ഓൾറെഡി 3 കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി ഓട്ടാനുള്ള ഒരു ഇതില്ല. ഓട്ടിയതന്നെ, ഓട്ടി വെച്ചായി. അതിലൊന്നാണ് 16 പറഞ്ഞത്. അതിന് കൊണ്ടുപോവാ. ഇത് ഇപ്രാവശ്യം ഒരുവിധ വിടലിനൊക്കെ ഓവറായി പോയി. ഇതിപ്പോ എത്ര പ്രാവാ? ഇത് 2 ഈ കൊല്ലത്തെ പ്രാവാണ്. പക്ഷെ പ്രാവിനെ കാണുമ്പോ ഒരു കുറച്ച് മൂത്തുള്ള പ്രാവ് അല്ലേ? അതെ, പക്ഷെ നല്ല ലെങ്ത് പ്രാവ്. ഇത് വരുന്നത് കേട്ടോ. ഇത് 2 മെയിലാ വന്നത്.
ഫീമെയില്, ഇത് മെയില്. ഇത് മെയില്. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് ടൈമില് ഒരു പ്രതീക്ഷയുള്ള ഇതില് പ്രതീക്ഷയുള്ള പ്രാവ്. ഈ ഫീമെയിലിനെ ഏതായാലും വിടൂല, ഇല്ല, അത് കട്ട് ചെയ്ത് വെച്ചാ കൊല്ലം പറക്കേണ്ട പ്രാവ്. അടിപൊളി ഒരു കണ്ണാണ് ഈ പ്രാവില് വരുന്നത് കേട്ടോ. സബ്ജപ്പുള്ളി എന്നൊക്കെ പറയല്ലേ? അതെ, സബ്ജപ്പുള്ളി തന്നെ. ഫീമെയില് വേറെ കണ്ണില്ല. ജസ്റ്റ് ഫീമെയിലും കൂടെ ഒന്ന് കാണിച്ചു ശരിക്കാം. ഇവന് അത്യാവശ്യം ജോഡി എങ്ങനെ ഇവനൊക്കെ ഇത് വരുന്നേ? പിന്നെ പ്രാവിനെ ജോഡി ചേർക്കലൊക്കെ ഉണ്ടല്ലേ? പ്രാവിനെ ജോഡി ചേർക്കാനും പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ് ആണ് മെയിൻ അല്ലേ? ഇപ്പൊ ഈ കൂടിയിട്ട് വാപ്പന്റെ കൂടെ കൂടിയിട്ട് ഇപ്പൊ ഏകദേശം എത്ര വർഷമായിട്ടുണ്ട്? 8 വർഷം. പിന്നെ പ്രാവിനെ കുറിച്ച് ABCD എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ അപ്പ? ഓക്കെ. നമ്മള് ഇതിപ്പോ ആ സബ്ജാന്റെ മൂത്ത പ്രാവാണ് ഗുൽദാർ. ഇതിവിടെ ഉണ്ടായിട്ടില്ല, ഇപ്പൊ അടുത്ത് ഞാൻ കൊണ്ടുവന്നതാ. കുഞ്ഞെടുക്കാൻ പോയതെടുക്കാൻ കൊണ്ട് കൊടുത്തിട്ട് അപ്പൊ ഞാൻ തിരിച്ചു കൊണ്ടുവന്നതാ. ഗുൽദാറിലല്ലേ? പിന്നെ കളറിന്റെ ഇതില് ഗുൽദാർ എന്ന് പറയുമ്പോ അതിന്റെ ജസ്റ്റ് ഒന്ന് ഗുൽദാർ കുത്തുന്നതിന് പറയല്ലേ? അതെ, പുള്ളി ഇങ്ങനെ. ഇത് 3 ബെൽറ്റുള്ള പ്രാവുകളാണ് ഇവിടെ അല്ലേ? 1 2 3. ഇതിന്റെ പെർഫോമൻസ് പറയുമ്പോ ഇത് നമ്മളെ 16 പറഞ്ഞ പ്രാവിന്റെ അച്ഛന്റെ ഇതില് നല്ല പറന്ന പ്രാവാണ്. കണ്ണാടിപ്പറമ്പ് പറഞ്ഞതിലുള്ള പ്രാവ്. ഇതൊക്കെയാണ് നമ്മളെ ഐറ്റം പ്രാവുകൾ, ഇങ്ങനെയുള്ള പ്രാവുകൾ. ഇതുപോലെ തന്നെ ഇപ്പൊ പുറമേന്ന് ഇപ്പൊ ഒരാൾ എന്നെ വിളിച്ചോക്കെ, ശരിക്കും ഇന്ന സ്ഥലത്ത് പ്രാവുണ്ട്, നിങ്ങളെ പ്രാവാന്ന് പറയുന്നത്, അത് എടുക്കട്ടെ എന്നെല്ലാം ചോദിച്ചിട്ട് ആൾക്കാർ എന്നെ ഫോൺ ചെയ്യും. ഞാൻ പറഞ്ഞു അതിന് ഞാൻ ഉത്തരവാദിയല്ല. എന്താന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ എന്നോട് ആളെ പേരും കാര്യം പറഞ്ഞായിരുന്നു, എന്നാലും ഞാൻ കൊടുത്ത ആളാന്നുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ കൊടുത്ത കൂട്ടിലുള്ള പ്രാവാണ്, ചിലപ്പോ അത് ഞാൻ കൊടുത്തതായിരിക്കാം എന്നുള്ളത് ഞാൻ പറയലുണ്ട്. അല്ലാതെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് റിസ്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളൊരു ബേർഡിനെ കൊണ്ടുപോയി, എന്നിട്ട് ഞാൻ അത് ഇന്റെ പ്രാവായിട്ട് കലർത്തിയിട്ട് ഞാൻ അതിന്റെ കുഞ്ഞന്മാരെ ഒരു പിന്നെ പറത്തി ഒരു ലൈൻ എന്ന് പറഞ്ഞിട്ട് ഷെരീഫ്ഖാന്റെ ലൈനാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, അത്തരം ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പൊ നമ്മള് അവരോടൊക്കെ നമ്മൾ പറയാനുള്ളത് അല്ല, കൊടുത്തതിന് പ്രാവ് പറക്കണം, പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മ അതിന്റെ എന്താ നോക്കിട്ട് ചെയ്തു കൊടുക്കണം. നിങ്ങളെ കയ്യിൽ നിങ്ങൾ പേര് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് നമ്മളോട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ മറ്റുള്ള ആളുകളുടെ കയ്യിൽ എങ്ങനെയൊക്കെയാണ് ഞാനിപ്പോ കുഞ്ഞാളെ എടുക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ഏത് ജോലിയിൽ ചേർത്തിയാലും ഇപ്പൊ ആരെങ്കിലും വരുമ്പോ ഏത് പ്രാവുകളാ ഉള്ളത് ആ കുട്ടികളെ തന്നെ കൊടുക്കുന്നത്, അല്ലാതെ അത് മാറ്റി വെച്ചിട്ട് അത് കൊടുക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ഉള്ള പ്രാവുകളെ തന്നെ അത് കൊടുത്തിട്ട് നമുക്കിപ്പോ ലാസ്റ്റോട്ട് വേണമെന്നുള്ള പ്രാവിനെ പുറത്തു. ഇപ്പൊ പ്രാവിനെ ഓൾറെഡി ഇപ്പൊ ഒരു 15 കുട്ടികളെ ഇറക്കി ഇപ്പൊ കൊച്ചിയിലേക്ക് ഇപ്പൊ കൊടുത്തു. വേറെ കുട്ടികൾ ഇല്ലല്ലോ ഇവിടെ. അതൊക്കെ ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാഴ്ച അല്ല, 3-4 ദിവസമായിട്ടുള്ള വിട്ടുകൊടുത്തിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ജോഡി നിലവിൽ സെറ്റ് ചെയ്ത പ്രാവുകളൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി. പിന്നെ ഷെരീഫ് ഖാന്റെ ബ്രീഡിംഗ് സെറ്റപ്പ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതിലൊക്കെ നമ്മള് ഷെരീഫ് ഖാൻ ഇതിലൊക്കെ നമ്മളെ പിന്നെ ഇതില് ഈ 2 ജോഡി നാടൻ പ്രാക്കളാണ്. നമ്മള് മെയിൻ പറക്കുന്ന പ്രാവുകൾ തന്നെയാണ് ഇപ്പൊ ജോഡി സെറ്റ് ചെയ്തിട്ടുള്ളത്, ഒരേ ലൈനേജ്. അതായത് പറന്ന മഞ്ഞക്കണ്ണ വെള്ളയിലുള്ള ആ വലിയ ആണിന്റെ മോനാണിത്, സുർമൈന. അതിന് പെട്ടതെന്ന് വെച്ചാല് ആ വെള്ളയിൽ ഇറക്കിയ ഒരു പ്രാവ, ഒരേ ലൈനേജ് പ്രാവാണ്. അതായത് ഇതിന്റെ ഏട്ടന്റെ മോളാണ് ഇത്. അങ്ങനെ ഇംബ്രീഡ് ആയിട്ട് വരില്ല, ഇംബ്രീഡ് അല്ല, ഒരു പാരമ്പര്യം മാത്രമേ. ഇംബ്രീഡ് ഞാൻ ചെയ്യലില്ല. അത് സെറ്റ് ചെയ്യുമ്പോ ഇംബ്രീഡ് ചെയ്യുമ്പോ നമുക്ക് ഇൻബ്രീഡ് എന്ന് പറയുമ്പോ ഒരു പ്രാവിനെ കൊണ്ടൊന്നും നടക്കൂല. എന്താ വെച്ചാൽ അതിലിപ്പോ ആ ലൈനിൽ വരുന്ന കുറച്ച് പ്രാവുകൾ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇൻബ്രീഡ് ചെയ്തിട്ട് ഒരു സെറ്റാക്കി വെച്ച പ്രാവിൽ ഒരു പ്രാവ് പെട്ടെന്ന് ചത്തുപോയാൽ പിന്നെ അതിലേക്ക് വേറെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് പറ്റില്ല. പിന്നെ ആ പ്രാവിനെ കൊണ്ട് ഉപകാരം ഇല്ലാത്ത പോലെ. ഇപ്പൊ ഈ പ്രാവിന്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ദിവസം അല്ലെ ഒരു മാസം അല്ലെ ഒരു വർഷം കൊണ്ടോ എടുത്തു വരുന്നല്ല. ഇത് ഒരു യുക്തിയാണ്, ഒരാളെ ബുദ്ധിയും ഇത് തന്നെയാണ് ഈ ഒരു കാര്യത്തിന്. ഇത് തന്നെ വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിപ്പോ വേണ്ടാന്ന് ചോദിച്ചാൽ വേണ്ടാത്ത തന്നെ. അപ്പൊ എല്ലാം വേണമെന്നുള്ള ഒരു ആവേശത്തിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാം പെട്ടെന്ന് പഠിക്കും, അത്ര തന്നെ. ഇതിപ്പോ ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാത്തിനെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, യൂട്യൂബ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും. മുമ്പൊക്കെ ഒരു കൂട്ടിലെല്ലാം പോയി ഒരു 5 മാസം 6 മാസം അല്ലെ നമ്മൾ ഇങ്ങനെ പോയി ഇരിക്കും നോക്കാൻ വേണ്ടി, അവരെ പ്രാവിന്റെ പറവ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോക്ക. മുമ്പ് നമ്മളെ ചെറുതിലെന്ന് വെച്ചാല് മോട്ടേട്ടന്റെ വീട്ടിലൊക്കെ നമ്മൾ പോക്ക്, അത് സെൽവാട്ടനാണ് ബേബി വെച്ച് പോയിട്ടുള്ളത്.
അപ്പൊ അവിടെ ഒക്കെ പോയിട്ട് അവരെ രാത്രി പറപ്പിക്കുന്നതെല്ലാം നോക്കും. പക്ഷെ ഒന്നും നമ്മൾ ചോദിക്കുകയൊന്നും ചെയ്യില്ല, അങ്ങനെ കണ്ടിട്ട് തിരിച്ചു വരുത്താണ്. അന്നത്തെ ആളുകൾ അന്നേരത്തെ ആള് സയൽവാട്ടൻ എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് ഇത്ര ഏജുള്ള അന്നേരം നമ്മൾ ചെറുത്, അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് കയറിയിട്ട് ഒന്നും ചോദിക്കാനൊന്നും പറ്റില്ല. നമ്മളിപ്പോ എന്നേരം അവർക്ക് ഒരു റെസ്പെക്ട് കൊടുക്കുന്നതാണ്. ഇന്നും അങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട് എല്ലാവരോടും. പറഞ്ഞു തരാനും കുറച്ച് മടിയുള്ള ആളുകൾ. നമുക്ക് അങ്ങനെ ചോദിക്കാനും പറ്റൂല. പിന്നെ നമ്മൾ അവിടെ പോവുക, കണ്ടുപഠിക്കുക, അത്ര തന്നെ. അവർ ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കുക. അല്ല, അന്നത്തെ കാലത്തൊക്കെ പറഞ്ഞു കൊടുക്കാനും കുറച്ച് മടിയായിരുന്നു അല്ലേ ആളുകൾക്കൊക്കെ? മുമ്പത്തെ പോലെ, മുമ്പ് എന്ന് വെച്ചാൽ പ്രാവ് എന്ന് പറഞ്ഞ ഒരു മഹാസംഭവമാണ്. ഇന്ന് അതില്ല. എല്ലായിടത്തും പ്രാവ്. ചെറിയ കുട്ടികളെ അടുത്ത് വരെ ഞാൻ പറഞ്ഞാലേ ഇപ്പൊ മോട്ടിയേട്ടനാണ് ഇപ്പൊ കണ്ണൂർ ഹൈറ്റ് ടോപ്പായിട്ട് പറപ്പിക്കുന്ന ആള്. അപ്പൊ അവര് പറക്കല് കാണാൻ വേണ്ടിയാണ് നമ്മള് പോകുന്നത്. അവിടുന്നൊക്കെ കണ്ടു പഠിച്ച് അങ്ങനെ തന്നെ പഠിച്ചത്. അത് ആ ഒരു പ്രയാണം ഇപ്പൊ എത്തിയത് ഒരു 16-17 ടോപ്പ് ടൈം എത്രയാ പറഞ്ഞത്? ഞാൻ ഇപ്പൊ 16-8 ടൂർണമെന്റില്. പിന്നെ 15-11, 16-8, പിന്നെ 14-14. അപ്പൊ ടൈം കുറെ ഉണ്ട്. എന്തായാലും അടുത്ത വർഷം നമുക്ക് അതിലേറെ ഒരു 20ന്റെ പ്ലസ് നോക്കാം ഒരു കയ്യിലേ. നോക്കാം, ശ്രമിക്കാം. ഇപ്പൊ നമ്മളിപ്പോ രണ്ടാളുണ്ടാവും, പേടിയില്ല. അതന്നെ, മോനെ കട്ടക്ക് കൂടെ ഉണ്ടല്ലോ എല്ലാത്തിനും. ഇത് നമ്മളൊരു ജോഡിയാണ്, മെയിൻ ജോഡി. കരിങ്കണ്ണില്. ഇത് കണ്ണ് വരുന്നത് ഇത് വെള്ളക്കലങ്ക, ഇത് ചോരക്കലങ്ക. നമുക്ക് എന്ത് ചെയ്യാ, കൂട്ടിലൊന്ന് ജസ്റ്റ്. ഈ ആംപ്രാവ് എൻ്റെ അടുത്ത് നല്ല പറഞ്ഞ പ്രാവാണ്. നമ്മള് വെള്ളന്റെ ഒന്നിച്ച് പറക്കുന്ന പ്രാവ് അത്. ഞാൻ പിന്നെ ഇതിനെ ടൂർണമെന്റിൽ വിട്ടിട്ട് ഒരു ദിവസം പ്രാപ്യം വായിച്ചിട്ട് അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പൊ നെറ്റിലേക്ക് വിടാൻ പേടിയാവുന്ന പ്രാവ്, നല്ല പറക്കുന്ന പ്രാവ്. ഇതിന്റെ കുട്ടികള് പ്രാവശ്യം നല്ല പറന്നിന് ഇപ്പൊ 3 എടുത്തിട്ടുള്ളൂ. അപ്പൊ 2 ഞാൻ വേറെ കൊടുത്ത് ഒരു പ്രാവിന് ഇവിടെ പറത്തിയ പ്രാവ് രാത്രി മിസ്സായി പോയി എന്റെ കയ്യിൽ നിന്ന്. അത് പ്രാപ്പുരം കൊണ്ടുപോകാനോ സാധ്യത കണ്ടിട്ടില്ല, കൊണ്ടുപോകാൻ പറയാൻ കഴിയില്ല, നമുക്ക് കൈ കിട്ടില്ല. ഇല്ല. ഇപ്പം വീണ്ടും ഇപ്പൊ കുഞ്ഞെടുത്തത് ഇപ്പൊ കൊച്ചിയിലേക്ക് കൊടുത്തതാണ് ഇതിന്റെ കുട്ടിന്. അൺലിമിറ്റഡിന് കൊച്ചിയിലൊക്കെ പറയുമ്പോൾ കൂടുതലും അൺലിമിറ്റഡ് ഫോക്കസ് ചെയ്തിട്ടാണ്. കൊച്ചിയിലേക്ക് നമ്മളിപ്പോ 3-4 വർഷമായിട്ട് ഒരാൾ കൊണ്ടുപോകുന്നുണ്ട്. ഈ ജോഡി ഇപ്പൊ പുതിയതായിട്ട് സെറ്റ് ചെയ്തത്. ഇത് വന്നിട്ട് മൈനയും ജാക്കുമൈനയും കയര. ഈ മൈനനെ അവിടെ പറത്തിയിട്ടുണ്ടോ? ഇത് 3-4 കൊല്ലമായിട്ട് പറക്കുന്ന പ്രാവ. ഇത് വന്നിട്ട് ഞാന് കഴിഞ്ഞ കൊല്ലം ഇറക്കിയ പ്രാവാണ്. പക്ഷെ ഇതിന് പറത്തിയിട്ടില്ല. ഇത് പറവ കുറഞ്ഞതാണ്. 3 കുട്ടികൾ എടുത്തിട്ടുണ്ട്. ഇത് എന്റെ 15-11 പറഞ്ഞ വെള്ളന്റെ കുട്ടിയത് ഈ പ്രാവ്. ഈ പ്രാവില് 2 കുട്ടികൾ എടുത്തതിൽ ഒന്നിനെ രാത്രി 8:45 പ്രാപ്പുരം കൊണ്ടുപോയി. 12 മണിക്ക് വിട്ടിട്ട് ടൈം ആക്കി വരുന്നതാ. അപ്പൊ രാത്രി 8:45 എടുത്തോണ്ട് പോയത്. ഒരു പ്രാവ് കാർമേഘം തട്ടിട്ട് വന്നിട്ടില്ല. അത് ചമ്പമ്പുള്ളികൾ ഇറങ്ങി. നമുക്ക് കൂട്ടിലൊന്നിട്ട് കാണിച്ചാലോ? ഇതില് റിസൾട്ട് കൺഫേം ആണ്. ഇതിലിപ്പോ ഓൾറെഡി ഒരു ജാക്കുപുള്ളി കുട്ടി ഇറങ്ങിന്. അതിപ്പോ കൊച്ചിയിൽ കൊടുത്തതാ ഫസ്റ്റ് കുട്ടീനെ തന്നെ. അപ്പൊ ഇതിലൊക്കെ നമ്മള് നിലവില് ഞാൻ ചോദിക്കാണ്ട് വീഡിയോയുടെ ഉള്ളിൽ ചോദിക്കാണ്, ഇതിലൊക്കെ കുഞ്ഞന്മാരെ ഇറങ്ങിയിട്ട് നിങ്ങള് ഇപ്പം സെയിലിനായിട്ട് കൊടുക്കുന്നുണ്ട്? അങ്ങനെ വെച്ചാല് തീർച്ചയായിട്ടും കൊടുക്കും. എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ നമ്മള് വർഗം പ്രാവ് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കുന്ന പരിപാടിയല്ല. നമ്മളിപ്പോ ആരെങ്കിലും വരുമ്പോ ഉള്ള പ്രാവ് ഏതാ വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കും. ഇപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം, എനിക്ക് ഈ ലൈനിൽ ഒരു 2 പ്രാവ് നമ്മൾ ആദ്യം കാണിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നുണ്ട്, അങ്ങനെ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഓക്കെ, നിലവിൽ ബുക്ക് ചെയ്തിട്ടുന്നുണ്ട് അല്ലേ? അതെ. ഇതിന്റെ വേണമെന്ന് പറഞ്ഞാല് നമ്മൾ അത് എടുത്തിട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ജോഡിനെ ഇങ്ങോട്ടുണ്ട് പറയാം. ഇതില് ഫീമെയില് 4 കൊല്ലം പ്രൈസ് വാങ്ങി തന്ന പ്രാവ്. ഇത് ഈ പ്രാവ് ആണ്. പിന്നെ ടൂർണമെന്റ് പ്രൈസ് ഒന്നും വാങ്ങിയിട്ടില്ല. നമ്മളൊരു സ്പെഷ്യൽ പ്രാവ് അത്. അതുകൊണ്ട് ഇപ്പൊ ഇത് ജോഡിയിലാണ് ഉള്ളത്. ഈ പ്രാവിനെ പെട്ടെന്ന് കാണുമ്പോ ഒരു ചോരക്കണ്ണ് പോണല്ലേ? പക്ഷെ ഇതിന്റെ അച്ഛനൊക്കെ വലിയ ടൈം പറന്ന പ്രാവിലുള്ളതാട്ടാ. ഈ പ്രാവുകൾ ഇപ്പൊ ജോഡി സെറ്റ് ചെയ്തിട്ട് എഗ് ചെയ്ത് കിടക്കുകയാണ്. ഇതിപ്പോ നമ്മള് നിലവില് ഒരു കൺഫേം റിസൾട്ട് ആണ്. ഈ ഫീമെയില് നൈറ്റും പറക്കും. നൈറ്റും പകലും എല്ലാം പറക്കാൻ കഴിവുള്ള പ്രാവ്. ഈ മെയിലിനൊപ്പം പറത്താതെ പറത്തീന് പ്രാവ് പറത്തിട്ടെന്ന് വെച്ചാല് 7 മണി 8 മണി വരെ പറത്തിയ പ്രാവാണ്. പക്ഷെ അത് വലിയൊരു ടൂർണമെന്റിലൊന്നും വിട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഇപ്പൊ ആ പ്രാവില് നമ്മള് നഖം കാണുന്ന ക്രോസ് ആണ്. ക്രോസ് നഖം പറവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഇതുണ്ടോ? അങ്ങനെ ഉണ്ട് എന്ന് ചില ആൾക്കാർ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല. നമുക്കിപ്പോ ക്രോസ് നഖത്തിലെല്ലാം പ്രാവ് പറഞ്ഞിട്ട് ഇവിടെ
ഈ അൺലിമിറ്റഡ് പറക്കാൻ വിടുന്ന പ്രാവിന്റെ എല്ലാം അച്ഛന് ഫുള്ള് ക്രോസിനൊക്കെയാണ് പുള്ളിയാണ്. അത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇതേമാതിരി കുറെ കൂടുകൾ പോയപ്പോ അവിടെയും കാണുന്നുണ്ട് നല്ല പറന്ന പ്രാവൊക്കെ. അതിപ്പോ നമ്മളൊരു മൈനനി ഒരു വെള്ളനി ക്രോസ് ചെയ്താൽ എന്തായാലും വരാതെ അങ്ങനെ വരൂല്ലേ? ഓക്കെ. അപ്പൊ അതൊരു മാനദണ്ഡം അല്ലാന്ന്. അതൊന്നും അതിപ്പോ അല്ലെങ്കിലല്ല ആണോന്ന് ചോദിച്ചാൽ ചിലപ്പോ വേറെ എന്തെങ്കിലും പ്രാവ് ഫാൾട്ട് കാണിക്കാൻ ഇതായോണ്ടെന്ന് പറഞ്ഞാലൊന്നും ഈ ഒരു ഇന്റർ കാഴ്ച ഈ പ്രാവിന്റെ അറിവ് എന്ന് പറയുമ്പോ ഒരു കടല് പോലെ എക്സ്പീരിയൻസ് തന്നെ നമ്മളത്. അല്ലാണ്ട് ഇതിപ്പോ ഓരോരാൾ ഓരോന്ന് ഇപ്പൊ നമുക്കിപ്പോ യൂട്യൂബ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ ആർക്കും എന്തും പറയാന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ കൂടുതൽ പറയുന്ന ഈ പറവയായിട്ട് ഒരു ബന്ധമില്ലാത്ത പറത്താത്ത ആളുകളായിരിക്കും. അതാണ് കുറെ പിന്നെ പ്രാവൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ പറവയിലോട്ട് വരുമ്പോ അവർക്കൊന്നും ഉണ്ടാവില്ല അവര്. ഈ പ്രാവ് നമ്മളിവിടെ ബോറാന്നാ പറയാ. കോഴിക്കോട് മേടപ്പള്ളി എന്ന് പറയും. പിന്നെ ചെത്താന് അങ്ങനെ ഓരോ പ്രാവിന്റെ പറവന്റെ സ്പീഡിനോടാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അല്ല അങ്ങനത്തെ ഒരു കളറിന്റെ ഇതുകൊണ്ട് പറയുന്നത്. ഇതാട്ടോ ഒന്ന് ഈ പ്രാവ് 13.5 ടൂർണമെന്റിൽ ഓവർ പറഞ്ഞ പ്രാവ് രണ്ടാളുണ്ട് ഇതുപോലത്തെ. ഒന്ന് നമ്മളെ സ്നേഹിതന്റെ അടുത്തുള്ള. ഇത് വന്നിട്ട് നമ്മളെ ജോഡിയിലിട്ട് കയറ്റിയ പ്രാവാണ്. ജോഡി ഇട്ടിട്ട് വേറെ ഫീമെയിൽ ഇട്ടിട്ട് പ്രാവ് കൊടുത്തിട്ട് രാത്രി 10-20 വരെ എല്ലാം കൊച്ചിയിൽ പറഞ്ഞ് കൊല്ലം പ്രൈസ് ഉണ്ട് അവര് ഈ പ്രാവില് അല്ലേ? നമുക്ക് അതിന്റെ ഫീമെയിൽ ഒന്ന് കാണാം. ഫീമെയില് ഇത് വന്നിട്ട് കളറ് ഈ പ്രാവിനെ ഞാൻ പറത്തിയിട്ടില്ല. ഇത് സബ്ജാണ്. നമ്മളെ ധൂമറാണും അതുപോലെ ചെമ്പം പുറത്തൊക്കെ ഇറക്കുന്ന പ്രാവ് അത്. അപ്പൊ നമ്മളെ ഒരു പ്രാവ് നമുക്ക് എന്താ വെച്ചാൽ ഇതിന്റെ മൂത്ത പ്രാവ് 24 മണിക്കൂറിന് പുറത്തൊക്കെ പറന്നിട്ടുണ്ട്. ടീമില് പറഞ്ഞ ടീമിലും പറഞ്ഞിട്ടുണ്ട്. ടീമിൽ 24 അല്ല, അത് രാത്രി 1 മണി വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ സ്ഥലത്ത് പറയിപ്പിച്ച ഒരു പ്രാവാ അങ്ങനെ പറന്നിട്ട് തന്നെ. ചേത്താൻ പ്രാവ് എന്നാണ് അതിനെ പറയല്. കത്തങ്ങാന്ന്. അപ്പൊ നമ്മളിപ്പോ പുറത്ത് പറയുമ്പോ നമ്മക്ക് കൊടുത്തിട്ട് ആ കൂട്ടിൽ പറന്നുള്ള ഒരു ഇതെല്ലാം വരും. ഒരു ഫേമസ് പോറ്റുകാരന്റെ കൂട്ടിൽ തന്നെ പറഞ്ഞത്. ഇത് അച്ഛനമ്മനെ ഞാൻ കാണിച്ചത്. നമുക്ക് കൂട്ടിലൊന്നും ഇട്ടെടുക്കാം. ഇതിങ്ങനെ പുതിയ ജോഡി ചേർത്തിയതാ ഞാന്. ഈ വർഷം ഇപ്പൊ ചേർത്തിയതാ. ഇപ്പൊ കാണിച്ച ഫീമെയിലിന്റെ അച്ഛനും അമ്മയാണ്. ഫീമെയിൽ നമുക്ക് ഇത് രണ്ട് ഞാൻ കുഞ്ഞിറക്കിയ പ്രാവ. അപ്പൊ വെച്ചാല് ഹോം ബ്രീഡ് വെച്ചാല് ആ പ്രാവ് ഈ തള്ളാർ ഇവിടെ ഉള്ളത് അതിന്റെ കുട്ടികളാണ് പിന്നെ അത് വന്നത്. അപ്പൊ രണ്ട് പാരമ്പര്യം അല്ല, ഇതിന്റെ കുട്ടി തന്നെ അതല്ല ഈ പ്രാവ് ഇവിടെ കുട്ടി ഇറങ്ങിയത്. രണ്ടും ഇവിടെ കുട്ടി ഇറങ്ങിയത്. അതാ ചോദിച്ചത്, രണ്ട് പാരമ്പര്യത്തിലായി. അതെ, അതായത് ഇതിന്റെ അച്ഛനമ്മ വേറെ ഉണ്ട്. അവരിപ്പ ഇല്ല, നിലവിലില്ല, എല്ലാം ചത്തുപോയി. ഇതിപ്പോ നമ്മളെ മെയിൻ ബ്രീഡ് സെറ്റ് ആയിട്ട് വെച്ചതാണ്. ഈ ഫീമെയിലിനെ തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇറക്കും. ഇപ്പൊ നിങ്ങളെ പ്രാവുകളൊക്കെ പറഞ്ഞാല് ഈ ഒരു പ്രാവിന് തന്നെ പറ്റിയ മെയില് വേറെ ഈ കൂട്ടിൽ തന്നെ ഉണ്ട്. മാറ്റിയിടും. ഇതിപ്പോ ജോഡിയിലല്ല, ഇത് പൊട്ടിച്ചിട്ടിട്ടുള്ളത്. അപ്പൊ ഇതിപ്പോ ഇതിനെ ഞാൻ എന്റെ വെള്ള ആണുണ്ടല്ലോ മഞ്ഞക്കണ്ണ, അതിനിട്ടിട്ട് ഇപ്പൊ ഒരു കുട്ടി എടുത്തിട്ട് ഓൾറെഡി ഇപ്പൊ പറത്താൻ കൊണ്ടുപോയി. പറത്തിയിട്ടില്ല, പുറത്തിട്ടിട്ട്. അപ്പൊ നമ്മളെ ശരിക്കാന്റെ പ്രാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറക്കുന്നില്ലെങ്കിലും മറ്റേ ഇവിടെ പറക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വേറെ പലതും സമയം അടിച്ചിട്ടുണ്ട്. മറ്റേ ഇവിടുന്ന് കൊണ്ടുപോയ ഒരുപാട് ആൾക്കാർക്ക് ടൈം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടോ പ്രാവിന്റെ കണ്ണ് വരുന്നേ, ഫീമെയിലിന്റെ കണ്ണ്. ഇതിന്റെ കുട്ടികളാണ് ഇപ്പൊ 24 മണിക്കൂറിന് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അൺലിമിറ്റഡ് അല്ലേ? പിന്നെ നമ്മൾ 16 സംതിങ് അല്ല ഇതില് പറഞ്ഞത്. ടൂർണമെന്റ് ബേസ് ചെയ്തിട്ട് ടൂർണമെന്റ് റോയലിലാണ് പറഞ്ഞത്. 1-3 അങ്ങനെ രാത്രി സമയം അല്ലേ? 1-3 വരുമ്പോ 13 മണിക്കൂറാന്ന് തോന്നുന്നു പറഞ്ഞത്. 10 to അങ്ങനെ 13 സംതിങ്. നമുക്ക് ഇതാ കൂട്ടിൽ വന്നിട്ട് കാണിക്കുക. ഈ പ്രാവിലാണ് പറക്കുന്നത്. പറവുണ്ട്. ഞാൻ പിന്നെ ഇപ്പൊ ജോഡി പൊട്ടിച്ചിട്ടിട്ടുള്ളത്. ഞാൻ വെള്ളയിൽ കയറ്റിട്ട് ഇതിൽ ഈ ഫീമെയിലിന് വെള്ള കയറ്റിയാൽ ഒന്നും കൂടി പവറാണ്. ഇതിന്റെ കുട്ടി ഇപ്പൊ കുഞ്ഞിറങ്ങിയത് വെള്ളം ഇട്ടിട്ട് ഇറങ്ങിയത് ചെമ്പൻ പുള്ളികളാണ്. അതിലൊന്നിന് 8:45 പ്രാപ്പുരം കൊണ്ടുപോയത്. രാത്രി അത്രയും കൺഫേം ആയിരുന്നു പറവ. എന്ത് ചെയ്യാൻ, നമുക്ക് ഭാഗ്യല്ലേ, കൊല്ലം പ്രാവ് പോയി.
പിന്നെ ഈ ഒരു ടൂർണമെന്റ് ബേസ് ചെയ്ത് വിടുക പറയുമ്പോ ഒരു ഭാഗ്യത്തിന്റെ ഒരു ഘടകമാണ്, വലിയൊരു ഘടകമാണ്. ഇതിങ്ങനെയാണ് കേട്ടോ അല്ലെ ഫാമിലി വരുന്നേ, അച്ഛനും അമ്മയും മോളും അല്ലേ? അതെ. ഇത് ഫീമെയിലിനെ തന്നെ ഈ മോളെ ഇപ്പൊ വേറെ ആള് കുഞ്ഞിറക്കാൻ കൊണ്ട് പോയിട്ട് കൊണ്ടുവന്നതാ. നമ്മക്കിപ്പോ ഒരുപാട് പ്രാവുണ്ടല്ലേ, നമുക്ക് വേണ്ടപ്പെട്ട കൊടുക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ബേർഡിനെ പരിചയപ്പെടുത്തി. ഫീമെയില് നേരം വെളുക്കോളം പറന്ന പ്രാവാണ്. 5:58 ഞാൻ ഇറക്കിയ പ്രാവാണ് സുബൈക്ക്. ഇത് വിട്ട സമയം വിട്ട സമയം 10 മണിക്ക് പറവക്കൂട്ട പ്രാവാണ്. രാവിലെ 10 മണിക്ക് വിട്ടിട്ട് രാവിലെ 5:58 പ്രാവ് ഇട്ടിട്ട് ഇറക്കിയ പ്രാവ്. ഇവിടെ പിന്നെ അടുത്തടുത്ത് കുറച്ച് ആളുകളൊക്കെ കൂടെ വെച്ചിട്ടുണ്ടല്ലേ നമ്മളെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് വളപട്ടണം എന്ന് പറയുമ്പോ തന്നെ ഒരുപാട് പ്രാവിനെ നമ്മള് ടൂർണമെന്റിൽ വിട്ടിട്ട് പറപ്പിച്ചിട്ടില്ല. ഇല്ല, ടൂർണമെന്റ് വിട്ടിട്ടില്ല എന്നാ തോന്നുന്നത് ഈ പ്രാവിനെ. ഇനിയിപ്പോ നമുക്ക് അതില് ഇപ്പം നിലവിൽ കുഞ്ഞനെ എടുക്കുന്നുണ്ടല്ലേ ഈ ഫീമെയിലിന്? ഇത് വന്നിട്ട് അതിന്റെ ഇത് നമ്മളൊരു സ്നേഹിതന്റെ പ്രാവാണ്. പ്രാവിനെ കൊണ്ട് ഈ പ്രാവിനെ നല്ല ജോലി ചേർക്കാൻ വേണ്ടി തന്നതാണ്. ചേർത്തിട്ട് ഇതിന്റെ കുട്ടികളെ എടുക്കുന്നതാണ്. അങ്ങനെ ഈ ജോഡിയിൽ ചേർത്തിട്ട് പെഗ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിന്റെ കണ്ണൊന്ന് കാണിച്ചല്ലേ, ഫോക്കസ് ചെയ്തിട്ട്. ഇതാട്ടെ വരുന്നത് കരിങ്കണ്ണ് പ്രാവ് അല്ലേ? അതെ. കരിങ്കണ്ണില് ചോരത്തരി വരുന്നേ അല്ല, വെള്ളക്കലങ്ക. വെള്ളക്കലങ്ക. ഇത് വരുന്ന മഞ്ഞക്കണ്ണ്, പച്ചത്തേരി വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ആ കൂട്ടിലൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കില്ല. ഇതിലിപ്പോ എങ്ങനെയാണ് ഇതിന്റെ പറവും കാര്യങ്ങളും? കുഞ്ഞന്മാർക്ക് അല്ല, കുഞ്ഞന്മാരിപ്പോ ഫസ്റ്റ് ജോഡി ചേർത്ത് എഗ് ചെയ്തിട്ടുള്ളൂ. കുട്ടികളെടുത്ത് പറപ്പിച്ചിട്ടില്ല. എന്തായാലും കൺഫേം ആവും ഇതില് അല്ലേ? നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അടിപൊളി ജോഡാന്ന് എന്റെ അഭിപ്രായം. അതുപോലെ അതിന് ആണെണ്ടതല്ലെങ്കിലും അവരും പറഞ്ഞെന്ന് വെച്ചാല് കൺഫേം തന്നെന്ന് പറഞ്ഞു ജോഡി കണ്ടിട്ട്. നമ്മള് അതുപോലെ ചിലപ്പം പറയും കൊക്ക് കറുത്ത പ്രാവിന് കൊക്കന്നെ കറുത്ത വിടണം. നമ്മളങ്ങനെ നോക്കില്ല. ഇപ്പൊ വെള്ള ഉള്ള പ്രാവിനെ ഞാൻ കറുത്ത ചുണ്ടാണ് കയറ്റിയത്. അതേപോലെ തന്നെ ആ പെൺപ്രാവില് ക്രോസ് കയറി വന്നിട്ടുണ്ട് അല്ലേ? അതെ. അതൊക്കെ ഒരു ഘടകം, ഒരു നോക്കുന്നവർക്ക് രാത്രി നല്ല പറക്കാൻ കഴിവുള്ള പ്രാവ്. ഈ വാൽക്കാർക്ക്. ഈ പ്രാവിനെ ഞാൻ പറപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന്റെ കൂടുതൽ ഇത് എനിക്ക് പറയാനില്ല. മെയിലിന്റെ പിന്നെ അതിന്റെ ബോഡി പാറ്റേൺ ഒക്കെ വരുമ്പോ നല്ലൊരു ഹെവി ലൈനില്ലേ? നല്ല പറക്കെന്ന് വെച്ചാൽ രാത്രി ടോപ്പ് പറക്കല പ്രാവ്. പിന്നെ ശരിക്ക ഇപ്പൊ നിങ്ങളെ സുഹൃത്തിന്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന മെയിലാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന നമ്മളെ കൂട്ടിൽ ഏതൊക്കെ പ്രാവുള്ള അത് കളർ പാറ്റേൺ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജോഡി കയറ്റും. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൂട്ടില് പ്രാവുണ്ട്, പക്ഷെ നിങ്ങൾ ആ ഒരു പ്രാവിനെ സെലക്ട് ചെയ്യുമ്പോ ആ പ്രാവിനെ പറ്റിയ പ്രാവ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ മനസ്സിലുണ്ടാവും ഇന്ന പ്രാവ് ഈ പറവയില് എങ്ങനെ മെമ്മറി പവർ കുറവായി പ്രാവിന്, അപ്പൊ അതിനെ എങ്ങനെ ഇടണമെന്നുള്ള പ്രാവിന് നമ്മളെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. അതനുസരിച്ചിട്ട് നമ്മള് പ്രാവ് ജോഡി ചേർക്കുള്ളൂ. അല്ലാതെ പ്രാവ് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, ഇറങ്ങി കിട്ടണ്ടേ? അതന്നെ. അതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ ഒരുപാട് ഫാൾട്ടുകൾ കൊടുക്കുന്നത്. അതന്നെയാണ് വരുന്നത്. എന്താ വെച്ചാൽ നമ്മളിപ്പോ വാൽക്കറുപ്പിന് വാൽക്കറുപ്പ് ചേർത്തും വെള്ളക്ക് വെള്ള ചേർക്കും അങ്ങനെ നോക്കാം. അല്ല, നമുക്കിപ്പോ എന്ന് വെച്ചാല് പറവ് ഇരുത്തം കിട്ടണം പ്രാവ്. അപ്പൊ അങ്ങനെ ജോഡി ചേർത്തിട്ടേ കാര്യമുള്ളൂ. ഒരു നേരത്തെ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞാൽ ഒരു ബ്രീഡർ വരുമ്പോ ഒരു പറവും കൂടി വരുമ്പോ ചിലപ്പോ അത് ക്ലിക്കാൻ ചാൻസ് കൂടുതലാണ്. നേരെ രണ്ട് പറവല് ജോഡിയിടുമ്പോ മെമ്മറി പവർ കുറയാൻ സാധ്യതയുണ്ട്. ചിലപ്പോ നല്ല മെമ്മറി ആയിരിക്കും. ഓരോ പ്രാവിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് വരിക. ഇപ്പൊ പറവയും ബ്രീഡറും കൂടി ആയി വരുന്ന പ്രാവുകളൊക്കെ ആവുമ്പോ കറക്റ്റ് ആവും. നമുക്ക് ഇപ്പൊ ഇടുമ്പോ ഒരു മൈനി ഒരു ചെറിയ കുട്ടിയാണ്. ഇപ്പൊ നമ്മൾ കണ്ട ആ പ്രാവില് കളറ് നല്ല മാറ്റം വന്നില്ല, ഡിഫറെന്റ് കളറായി. അതന്നെ, ഇതിപ്പോ നമ്മളിപ്പോ ചെയ്യുന്നോണ്ട് അറിയാൻ പറ്റും ഇതെന്താന്നുള്ളത്. നല്ല മൈനയിലാണ് കേട്ടോ പ്രാവ് വന്നിട്ട് ചെറിയ കുട്ടികളെ. പക്ഷെ മെയിൽ പ്രാവ് ഏതിൽ പെട്ട പ്രാവെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പാൽക്കാർ പ്രാവ് ഇതിപ്പോ ഒരു പുതിയ ജോഡി ചേർത്തതാ ഇക്കൊല്ലം. പക്ഷെ മെയിലില് പ്രാവ് നമുക്ക് റിസൾട്ട് ഉള്ളതാണ്. പിന്നെ ഈ ഫീമെയില് ഇപ്രാവശ്യം ജോഡി ചേർക്കുന്ന ആദ്യമായിട്ട് 10 വാലില് കരിങ്കണ്ണൻ പ്രാവാണ്. കരിങ്കണ്ണല്ലേ? 10 വാലാണ് പ്രാവ്. ഇത് വന്നിട്ട് സബ്ജപ്പുള്ളി ആയിട്ടാണോ വരുന്നത്? സബ്ജപ്പുള്ളി തന്നെ, സബ്ജപ്പുള്ളി. ഒരു പുറത്തപ്പ മോഡൽ അല്ലേ? ഇതിന്റെ അച്ഛനും ഇതേ കളറാണ്. അച്ഛനും ഇവിടെ ഉണ്ട്. ഇതില് എന്തായാലും നിങ്ങൾക്ക് പക്കയാണല്ലേ പ്രാവള്? ഇതിലൊക്കെ പക്ക ആവുന്നുള്ള ധൈര്യത്തിൽ തന്നെ ഇട്ടതാണ് ജോഡി. മയില് നമുക്ക് കൺഫേം ഉള്ളതാണ് ജോഡി ചേർത്ത്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഒരു പുതിയ ജോഡി ചേർത്തതാണ്. നമ്മൾ ഇതിലൊന്ന് അതിന്റെ അച്ഛനെ പിടിച്ചാ
ഇതുകൊണ്ട് ഇപ്പൊ ചേർത്തിട്ട് കുട്ടികളെ കിട്ടിയ ഇതില് ഇത് ഒരിക്കൽ മുട്ടിട്ടിട്ട് അത് കേടായി പോയി. ഇപ്പൊ രണ്ടാമത്തെ മുട്ടിട്ട് കെടുക്കാണ്. ഏകദേശം ബ്രീഡിങ്ങിന്റെ സ്റ്റാർട്ടിങ് ആയില്ലേ? നമ്മൾ ഏത് മാസത്തിലാണ് ഇപ്പൊ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ ഇങ്ങോട്ട് എടുക്കുന്നത്? എല്ലാരും ഡിസംബർ ഒക്കെ കഴിഞ്ഞിട്ട് അധികം ആൾക്കാരും ചെയ്യാം. നമ്മളിപ്പോ അങ്ങനെ ടൈമിംഗ് ഒന്നും വെക്കല്ല. ഇപ്പൊ ആൾക്കാർ പ്രാവിന് വിളിക്കുന്നുണ്ട്, അത്യാവശ്യം കുഞ്ഞുങ്ങളെ എടുത്ത് വെക്കും. ഇപ്പൊ കുട്ടികളൊന്നും ഇല്ല, ആയതില്ല. നിലവിൽ ഇന്നാളെ വന്നപ്പോ കുറെ കുഞ്ഞന്മാരുണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇനിയിപ്പോ ആയിട്ട് വേണം കൊടുക്കാൻ. ഓൾറെഡി ബുക്കിംഗിലായിരിക്കുമല്ലോ പ്രാവളൊക്കെ. അപ്പൊ ഇതാണ് കേട്ടോ പുതിയൊരു സെറ്റ് എന്ന് പറഞ്ഞാല്. ആ പുള്ളിപ്രാവിന്റെ അച്ഛനാണ് ഇത്, സെയിം. അപ്പൊ നമ്മള് കണ്ട പുള്ളിയില് 10 പാലില് വരുന്നത്. ഈ മെയില് വന്നിട്ട് 10 പാലാണ്? അല്ല, അമ്മച്ചിയായിരുന്നു 10 പാല്. അത് വെള്ളയിലാ വരുന്നത്? വെള്ളയില്. ഏകദേശം സെയിം കളറിൽ തന്നെയല്ലേ വന്നത്? അച്ഛൻ്റെ അതേ കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ മെയിലിന് പറഞ്ഞാൽ എത്ര ഏജ് വരുന്നുണ്ട് നമ്മളവിടെ? ഈ മെയില് അതിനിപ്പോ ഞാന് പറയുന്ന 3-4 വയസ്സുണ്ടാവുള്ളൂ. 4 വയസ്സേ ഉണ്ടാവുള്ളൂ. അതിനിട്ട ഫീമെയില്, ആ മെയിലിന് ഇപ്പൊ ഉള്ള ഫീമെയിലാ ഇത്. ഇതിന് നല്ല വയസ്സുണ്ടാവും, 10 വയസ്സുണ്ടാവും. അല്ല, ഈ മെയിലിന് വയസ്സ് കൂടുതലും ഫീമെയിലിന് കുറവും അങ്ങനെ അല്ലല്ലോ? മെയിലിന് ഇതിന് ഫീമെയിലിന് വയസ്സ് കൂടുതലും മെയിലിന് കുറവുള്ളത്. അപ്പൊ അതും ഒരു പ്രശ്നമല്ല ചുരുക്കി പറഞ്ഞാല്. കുറെ ആളുകൾ ഞാൻ അതൊന്നും നോക്കലൊന്നുമില്ല. നമുക്ക് നമ്മൾ ചേർക്കും, നമുക്ക് ഉപകാരത്തിൽ എത്തുന്നുണ്ട്. ഫീമെയില് കരിങ്കണ്ണില്ലേ? കരിങ്കണ്ണ് എന്ന് പറഞ്ഞാൽ പച്ചടിപ്പുള്ള കണ്ണാണ്. കണ്ണ് അടുത്ത് നോക്കി കഴിഞ്ഞാൽ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ കണ്ണ്. ഇതിപ്പോ കുറച്ച് ഒരു ഏജ് പറയുകയാണെങ്കിൽ ഒരു 10 വയസ്സുണ്ടാവും, നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ അല്ലേ? 10 വയസ്സ്. പിന്നെ അതിന്റെ മെയില് വന്നിട്ട് ഏജ് കുറവാണ്, 4 വയസ്സുള്ള 4 വയസ്സ്. അതൊരു പ്രശ്നമല്ല എന്നുള്ളതിനാണ് ഇതില് ഉദാഹരണം കിട്ടിയത് കേട്ടോ. നല്ല നൈസായിട്ടുള്ള തൂവലുകളാണല്ലേ ശരിക്ക? ഇതിലാണ് മെയിന് നമ്മളത് പറഞ്ഞ ആംബുലൻസോട് പറഞ്ഞ പ്രാവിന്റെ അമ്മമ്മേന് ഇത് വരുന്നത് അല്ലേ? ഇതാണ് അമ്മമ്മ. അതായത് പറഞ്ഞപ്പോ ആ ജോഡിന്റെ ഫീമെയിൽ ഇപ്പൊ വെള്ളം ഉണ്ടായിരുന്നു, ആ പുള്ളിക്ക് ജോഡി ചേർത്ത് അതിലാണ് മറ്റേ വെള്ളകളെല്ലാം ഇറങ്ങിയത്. അതിന്റെ അമ്മേന്റെ അമ്മേന്ന് ഇത്. നമ്മളെ മെയിൻ ആയിട്ടുള്ളൊരു ഫീമെയിൽ തന്നെ പറയാം. ഫീമെയിൽ ഇതിപ്പോ വേറെ ഒരാൾക്ക് കുഞ്ഞിറക്കാൻ കൊടുത്തിട്ട് ചാവാനായി പോയി. ഒരു ഷോർട്ടാണല്ലേ വരുന്നത് ബേർഡ്? ഇവരെ ജോഡി ചേർത്തിട്ടാണ് അവര് ജാക്കുപുള്ളി കുട്ടി കിട്ടിയത്. അതില് പറക്കുന്നുണ്ട്. ഒരു പ്രാവ് ഞാൻ വെച്ച്, പിന്നെ നമ്മളെ സ്നേഹിതന്റെ അടുത്തുണ്ട് പ്രാവ്. നമുക്ക് എന്താ ചെയ്യാ, കുറച്ചുകൂടി ജാക്കുപുള്ളിയിൽ തന്നെ പ്രാവുകളുണ്ടല്ലോ, അവരെ കൂടെ ഒന്ന് കാണിച്ചു പ്രേക്ഷകർക്ക്. ഇതിപ്പോ ഒരു പുതിയ ജോഡി സെറ്റ് ചെയ്തതാ, മുട്ടയിട്ട് കിടക്കുന്നുണ്ട്. രണ്ടും റിസൾട്ട് ഉള്ള പ്രാവ് തന്നെയാണ്. രണ്ടിലും കുട്ടികൾ പറഞ്ഞേന്. 2 പ്രാവും ഇവിടെ പറത്തിയ പ്രാവ് തന്നെ അല്ല, ഫീമെയില് ഇവിടെ ഉള്ള പ്രാവാണ്. പക്ഷെ ആമ്പ്രാവ് ഞാൻ കൊണ്ടുവന്ന് അവര് പറത്തി വെട്ടി വെച്ചതായിരുന്നോ അല്ലെങ്കിൽ പറത്താതെ അത് കൊടുക്കാണ്ട് ഒരു സ്ഥലത്ത് മാറ്റി വെച്ച പ്രാവാ. അപ്പൊ നമ്മൾ വലിയൊരു വില കൊടുത്ത് വാങ്ങിയതാണ്. അങ്ങനെ ഇട്ടൊരു സെറ്റ് ആണ്. ഇതിലിപ്പോ കുഞ്ഞന്മാരെ മുട്ടയില് കിടക്കാണ് അങ്ങനെയാണ്? ഇതില് ഇപ്പൊ മുട്ടയില് കിടക്കാണ് ഈ ജോഡിയില്. നല്ല അടിപൊളി ഒരു സെറ്റ് തന്നെ അല്ലേ? അടിപൊളി സെറ്റ്. നെക്സ്റ്റ് പ്രാവിനെ കാണിക്കാം. ഇത് നമ്മളെ പുതിയ ജോഡി ചേർത്ത പ്രാവാണ്. ഈ ഫീമെയിൽ വന്നിട്ട് ഫീമെയില് നമ്മളെ കോഴിക്കോടുള്ള ബാബുട്ടിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, മൂപ്പര് ഞാൻ ഒന്ന് പോയപ്പോ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന ഒരു പ്രാവാണ്. അത്രയും നല്ല. ആ പ്രാവിന്റെ ഒരു കാലിനൊരു വൈഡിങ് പ്രത്യേകത ഉണ്ടല്ലേ? പിന്നെ അതില് വരുന്ന മെയില് നമ്മൾ അംസക്കോയന്റെ പ്രാവ്. കുട്ടിയുണ്ട് ഓൾറെഡി. അതാണ് ഇരിഞ്ഞു കിടക്കുക, ചെറിയ കുഞ്ഞന്മാരാണ് കേട്ടത്. ഇതില് നമുക്കൊരു ഓഫറായിട്ട് പ്രതീക്ഷിക്കാവുന്ന സെറ്റ്. ജാക്ക്മൈനെ ഫീമെയിൽ ഞാൻ ചേർക്കില്ല, ഇപ്രാവശ്യം ഞാൻ മാറ്റിയതാ. ഈ ജാക്ക്മൈനെ ഇട്ടിട്ട് എന്താണ് അവസ്ഥ? അതിന്റെ റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. മൈനയിൽ തന്നെ പ്രാവ് വരുന്നത് ശരിക്കുള്ള 10 വെള്ളമായിട്ടുള്ള ജാക്ക്മൈന. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കാണിക്കാം. നെക്സ്റ്റ് പ്രാവിനെ. ഇതൊരു വെറൈറ്റി കണ്ണാണല്ലേ ഇതിരിക്ക? ഇത് വന്നിട്ട് ഇപ്പൊ ഞാൻ ജാക്കുള്ളിക്കാന്ന് ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ജോഡി ചേർത്തത്. കുട്ടികള് നല്ല 8 മണി ടു രാത്രി 11 മണിയെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്തല്ല, ഞമ്മളെ ചങ്ങായിക്ക് കൊടുത്താ. അപ്പൊ മൂപ്പര് ഇനിയും ജോഡി ഇതന്നെ ചേർക്കെന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ സെറ്റ് ഇട്ടല്ലേ? ഈ സെറ്റില്
അതിൽ തന്നെ കുട്ടികളെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ചേർത്തതാ. ഈ ഫീമെയില് ഒരു ചെറുപ്പം ഫീമെയിൽ ആണ് അല്ലേ? അതെ, ഷോർട്ട് ആയിട്ട് വരുന്നത്. ഈ ഫീമെയിൽ 13.5 ടൂർണമെന്റ് പറഞ്ഞ പ്രാവാണ്. ഇത് പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നായിട്ടാണോ നിങ്ങൾ എടുത്തുള്ളത്? ഇത് നമ്മൾ സ്നേഹിതന്റെ പ്രാവാണ്. ഇതിങ്ങനെ സെറ്റ് കിട്ടല്ലേ? അതെ. അപ്പൊ ഇതിലാണ് നമ്മളെ മെയിൻ പ്രാവുകളൊക്കെ വന്നത്. ഈ ഒരു കണ്ണിലാണ്, ഈ വെള്ളയിലാണോ? അല്ല, ഇതെല്ലാം പുതിയ പ്രാക്കളാണ്. ഈ രണ്ട് പ്രാവ് അല്ലേ? ഓക്കെ. കുറച്ച് ഏജ് ഇതിലിപ്പോ ഒരു ജാക്കുള്ളി കുട്ടി കിട്ടീനി. അതിപ്പോ കൊച്ചിയിൽ കൊടുത്തതിൽ അതും കൊടുത്തിനി ഈ ജോഡിയില്. ഇതാണ്ട് പ്രാവ്. കണ്ണും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ്, ഒരു വെറൈറ്റി കണ്ണാണല്ലേ ആ മെയിലിന് വരുന്നത്. നമ്മളൊരു കാണാത്തൊരു ലൈൻ. ഇപ്പൊ സുറുമപ്പുള്ളിയിലേ ഇങ്ങനെ വരുന്ന പ്രാവിലാണോ അല്ലെങ്കിൽ മഞ്ഞക്കണ്ണിൽ വരുമ്പോഴാണ് കടുപ്പം കൂടുതലായിട്ട് വരുന്നത്? ഇത് കുറച്ച് സ്ട്രോങ് കണ്ണ് പോലെ ഉണ്ട്. അതെ, കണ്ണ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ കണ്ണ് നമുക്ക് ജാക്ക് പുള്ളിക്ക് കിട്ടേണ്ട കണ്ണ് തന്നെ ഇതാണ് അല്ലേ? പുള്ളി അതില് പച്ചടിപ്പ് വന്നാല് പച്ചടിപ്പ് ഉള്ള പ്രാവ് ഉണ്ട് നമ്മളിപ്പോ കാണിച്ചത്. പക്ഷെ ഇതാണ് നമുക്ക് ഒറിജിനാലിറ്റി തോന്നുന്ന പ്രാവ്. കണ്ണ് ഇങ്ങനത്തെ തന്നെയാണ് ജാക്കുള്ളില്. ഇതിപ്പോ ഞാനിപ്പോ ഒരു പുതിയ ജോഡി സെറ്റ് ചെയ്തതാണ്. ഈ മെയിലില് വേറൊരു പ്രാവ് ഇട്ടിട്ട് നമ്മളെ സ്നേഹിതന്റെ അടുത്ത് പ്രാവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നാള് വന്നപ്പോ ഒരു പിന്നെ ഗുൽദാർ മോഡല് ഒരു പ്രാവില്ലായിരുന്നു, കുറച്ച് ഓൾഡ് ലൈനുള്ള? അത് നമ്മളിപ്പോ നിലവിലുണ്ടല്ലോ അവിടെ? ഉണ്ട്. ഇതിപ്പോ അങ്ങോട്ട് ഈ മൈനസ് സെറ്റില് പുതിയ ജോഡി ചേർത്തത് ഈ പ്രാവശ്യം അല്ലേ? എന്താട്ടോ പ്രാവ് വരുന്നത്? കരിങ്കണ്ണും മഞ്ഞക്കണ്ണിലാട്ടോ പ്രാവ് വരുന്നത്. ഇത് പിന്നെ കുറച്ച് സൈസ് വരുന്ന പ്രാവാണല്ലേ? ഉടല് വലിപ്പമില്ലെങ്കിലും കുട്ടികളിപ്പോ ഞാനൊരു മൈനിട്ട് കൊടുത്തിട്ട് ഇപ്പൊ പരപ്പനങ്ങാടി നമ്മളെ പറവണ്ണ നമ്മളെ സ്നേഹിതന് കൊടുത്തിട്ട് പ്രാവ് അവിടെ ഓവറാകുന്നു എന്നല്ലേ? ഇതിന്റെ പ്രാവല്ലേ? ഇതിന്റെ കുട്ടി. ശരിക്കാ നമ്മളെ ഈ അൺലിമിറ്റഡ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പറത്തുമ്പോ നമ്മള് പ്രാവിനെ സെലക്ട് ചെയ്യുമ്പോ പിന്നെ എങ്ങനത്തെ പ്രാവ് എടുക്കാനാണ് കൂടുതൽ? നമ്മളിത് ഈ പ്രാവുകളൊക്കെ ഉണ്ടാവും. ഈ പ്രാവുകൾ തന്നെയാണ് അൺലിമിറ്റഡിന് ഞാൻ മെയിൻ ഉപയോഗിക്കുന്ന പ്രാവ്. ഇതിൽ തന്നെ ഉള്ള പ്രാവുകളാണ് കലർത്തി വരുന്നത്. പ്രാവുകൾ ഇതേ ഷേപ്പിലാണ് നമ്മളെ പറക്കുന്ന പ്രാവെല്ലാം ഉണ്ടാവില്ല. വലിയ നീളം മണ്ണൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതില് നിങ്ങൾക്ക് നിങ്ങളൊരു കാൽക്കുലേഷനിൽ അതിലായിരിക്കും ഇവര് നമ്മൾ രാവിലെ വിട്ടാലും രാത്രി ആയാലും ഇരിക്കുന്നത് വരെ അതേ സ്പീഡിൽ പറക്കും. അതാണ് ഈ പ്രാവിന്റെ പ്രത്യേകത. ഒരു പ്രാവിനെ സെലക്ട് ചെയ്യുമ്പോ അതിന്റെ വിങ്സ് പാറ്റേൺ, തൂവലുകള്, ചിറകും കണ്ണും ഇതൊക്കെ തന്നെ നോക്കേണ്ടത്. പ്രാവിന്റെ വിങ്സ് പാറ്റേണും ഇതെല്ലാം നോക്കൂ. വേറെ ഇപ്പൊ നമുക്ക് നമ്മളതായ ഓരോ ഐഡിയ ഉണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ട് തന്നെ പ്രാവിനെ നോക്കുക. ഏകദേശം ഒരു പ്രാവിനല്ല ചില ആൾക്കാർക്ക് ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ പ്രാവിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഒരേ ഐഡിയയിലല്ല. ആംപ്രാവില് നല്ല പറവുള്ള പ്രാവ്, പക്ഷെ ബുദ്ധിക്ക് ചെറിയ പ്രശ്നമാണ് കുട്ടികൾക്ക്. അപ്പോൾ ഈ പ്രാവ് നല്ലൊരു മെമ്മറി പവറുള്ള പ്രാവാ. ആ പ്രാവിനെ ഞാൻ ഇപ്പൊ ചേർത്തിട്ടുണ്ട്. ഇതിന്റെ അടുത്ത കുട്ടിയുണ്ട് വേറെ. അടുത്ത സബ്ജിപ്പുള്ളി ഈ ജോഡിയിലല്ലെങ്കിൽ വേറെ ഞാൻ 100 ഒന്നുകൊണ്ടെന്ന ഫീമെയിലിന് ഇട്ടിട്ട് എടുത്ത പ്രാവാ. പ്രാവ് കുറച്ച് മൂത്തപ്പോ ക്ലിയർ ആയി പറവോളി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ 5ാം കല്ലില് അല്ല, ഇത് ചെറുതില് വിട്ടപ്പോ കാടംപ്രാവിന്റെ അപ്പുറൊക്കെ പോയിരിക്കും. അങ്ങനത്തെ കളിയായിരുന്നു. എന്താ എവിടെ പ്രാവാന്ന് വെച്ചാൽ പിന്നെ ഞാൻ വലിച്ച് സെറ്റാക്കിയതിന് ശേഷം ഒരു 5 കൊല്ലിയാകുമ്പോഴത്തേക്ക് പ്രാവ് റെഡി ആയിട്ട് പറവാടി. ഇപ്പൊ ഓവർ കുഴപ്പമൊന്നുമില്ല. ഇതാണ് അതിന്റെ മെയില് വരുന്നല്ലേ? അച്ഛൻ വരുന്നത്. ഇപ്പൊ ഇങ്ങനെയാണ് ജോഡി ചേർത്തിട്ടുള്ളത്. ഒന്നുകൂടി പവർ കൂടിയ മെമ്മറി ആണല്ലോ അതിന്റെ. അതെ. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് ഒന്ന് കൂട്ടില്ല. ഈ ജോഡിയില് കൺഫേം എന്തായാലും കിട്ടും. ഇതാണ്ടോ പ്രാവ്? ഇത് ഓവർ പറവാണല്ലോ ഈ മെയിലിന്റെ ഇതില്. അതെ. ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച മേടപ്പുള്ളി എന്ന് പറഞ്ഞ പ്രാവുമായിട്ട് ടച്ച് ഉണ്ട് ഈ പ്രാവ്? ഇല്ല. പക്ഷെ ഏകദേശം ഒരു പാറ്റേണിലാണ്. ഓക്കെ. അപ്പൊ ശരിക്കും മോള് വന്നിട്ടുണ്ട് കേട്ടോ. മോള് പ്രാവിന് തിന്നാനൊക്കെ കൊടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. പേരെന്താ പറഞ്ഞിരുന്നാ? ആയിഷ. അപ്പൊ ശരിക്കാ നമ്മള് കൊറേ നിങ്ങളെ പ്രാവളെ കണ്ടു. ഇനിയും ഒരുപാട് പ്രാവള ഉണ്ട് നിങ്ങളെ കൂട്ടില്. നമുക്ക് എന്താ വെച്ചാല് നിങ്ങളെ ഓൾറെഡി നിങ്ങളെ പ്രാവളെ നമ്മൾ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി. സമയം ഇപ്പൊ ഏകദേശം ഇരുടായിട്ടുണ്ട്. നമ്മള് കുറച്ച് ലേറ്റ് ആയി പോയി ഇന്ന് വന്നപ്പോൾ. പിന്നെ പറഞ്ഞാൽ പറത്തുന്ന കൂട് പറഞ്ഞാല് പറത്തുന്ന കൂടിലൊക്കെ ഇപ്പൊ പോവാ. അവിടെ ഇപ്പൊ കുറച്ച് പ്രാവുകളേ ഉള്ളൂ. നമ്മൾ ലോഫ്റ്റ് ഒന്ന് എടുക്കാം. ഓക്കെ, എന്നാ നമുക്ക് അവിടെ കാണാം.
ഇത് നമ്മളെ വെട്ടുപുറാക്കളാണ് പറത്തുന്നത്. അതെ, ഒരു 3 കുട്ടികളേ ഉള്ളൂ ഇപ്പൊ ഇവിടെ പറത്തേണ്ടത്. അതെ, കൂടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ പ്രാവളും കണ്ടു. ചെറുക്കാന്റെ മോനാണിത്, മോനും നമ്മൾ കണ്ടു. പിന്നെ പറഞ്ഞാല് ചെറുക്കാന്റെ മോളെ എല്ലാരും നമ്മൾ പരിചയപ്പെട്ടു. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള വീഡിയോ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ചെറുക്ക നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം വീഡിയോ വേണ്ടി അല്ലേ? അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.